ഹായ് ഓൾ, നമസ്കാരം. ടേക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ കോട്സ് നോക്കൂ. നെവർ ക്വിറ്റ്. ഇഫ് യു സ്റ്റംബിൾ, ഗെറ്റ് ബാക്ക് അപ്പ്. വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ നോ ലോങ്ങർ മാറ്റേഴ്സ്. ടുഡേ ഈസ് അനദർ ഡേ ടു മൂവ് ഓൺ ആൻഡ് സ്റ്റാർട്ട് ഓവർ. എന്താണ് പറയുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറരുത്. ഇടയ്ക്ക് ഇടറി വീണാലും വീണ്ടും എഴുന്നേൽക്കുക. ഇന്നലെ സംഭവിച്ചതിനൊന്നും ഇനി പ്രസക്തിയില്ല. ഇന്ന് വീണ്ടും മുന്നോട്ട് പോവുക. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക. അപ്പോൾ ഇന്നലത്തെ എക്സാം നേരെ എഴുതാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ടോ, അതുപോലെ ഇന്നലെ പഠിക്കാൻ നോക്കി വെച്ചിരുന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിട്ടോ, വേറെ എന്തെങ്കിലും കാര്യം ആലോചിച്ചിട്ടോ വെറുതെ എന്തിനാ ഇന്നത്തെ ദിവസം നശിപ്പിക്കുന്നത്? അപ്പോൾ ഇന്നലത്തെ കാര്യം കഴിഞ്ഞു, ഇന്ന് പുതിയതായിട്ട് ആരംഭിക്കുക. ദിവസേന അങ്ങനെ ഒരു പുതിയ തുടക്കമാക്കുക. വിജയം നിങ്ങളുടെ കൈപ്പിടിയിലായിരിക്കും. ഇനി നമുക്ക് ടോപ്പിക്സ് നോക്കാം. ASM എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള 15 ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമായി നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പോക്സോ ആക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ പോക്സോ ആക്ട് ഇല്ലാത്തൊരു എക്സാം ഇല്ലയെന്ന്. സോ ഈ വീഡിയോ ഇത്തിരി ലോങ് ആണെങ്കിലും എല്ലാ പോയിന്റ്സും മിസ്സാക്കാതെ കണ്ടാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റൂ. ഇത് നോക്കൂ, കഴിഞ്ഞ ദിവസം നടന്ന CPO എക്സാമിൻ്റെ പോക്സോ നിയമത്തിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തിരുകൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പോക്സോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പ്രസ്താവനകളൊക്കെ വായിച്ചു നോക്കാം. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വകുപ്പുകളെക്കുറിച്ച് പഠിക്കണമെന്ന്. അപ്പോൾ PSC ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഈ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച പോക്സോ ആക്ടിൻ്റെ ഗസറ്റ് ഇന്ന് എടുത്തിട്ടുള്ള ഡീറ്റെയിൽസാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് ഇത് യൂസ്ഫുൾ ആവും. അധികം നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമായിട്ട് ദിവസേന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് PYQs ഇടുന്നുണ്ട്. രാവിലെ 20 ക്വസ്റ്റ്യൻസ് വീതം ഇടും. ഈവനിങ് അതിൻ്റെ ആൻസർ ഇടുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ക്ലാസ്സിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പോക്സോ നിയമം 2012. അപ്പോൾ വർഷം ഓർത്ത് വയ്ക്കുക. ഇത് കുറേ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം 2012. 1989 നവംബർ 20 ഐക്യരാഷ്ട്രസഭ പാസാക്കിയ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ ഇന്ത്യ 1992 ഡിസംബർ 11 അംഗീകരിച്ചതിൻ്റെ ഫലമായി 2012 നവംബർ 14 പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ 1989 നവംബർ 20 ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള ഒരു കൺവെൻഷൻ പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ 1992 ഡിസംബർ 11 ഇന്ത്യ അത് അംഗീകരിച്ചിട്ട് ഒപ്പുവെച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ട് ഒരു നിയമം വേണം എന്ന ഇതിലാണ് 2012 നവംബർ 14 പോക്സോ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ 2012 32ാം നിയമം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 2012 പാസ്സാക്കിയ 32ാം നിയമവും 2012 32ാം നിയമം എന്നും ഇത് അറിയപ്പെടുന്നു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15(3) അനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക നിയമം പാസ്സാക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15(3) പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് പ്രത്യേകം നിയമം പാസ്സാക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനുണ്ട്, അധികാരം ഗവൺമെൻറ്റിനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി വന്ന നിയമമാണിത്. പോക്സോ എന്നതിൻ്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ്. അപ്പോൾ പൂർണ്ണരൂപം ഓർത്ത് വയ്ക്കുക, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, പോക്സോ. പോക്സോ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് 2012 മെയ് 22 പാർലമെൻറ്റ് മെയ് 22 പോക്സോ നിയമം പാസ്സാക്കി. ഈ നിയമത്തിന് പ്രസിഡന്റിന് അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 പാർലമെൻറ്റ് പാസ്സാക്കി ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് പോക്സോ നിയമം പ്രസിഡന്റ് അംഗീകരിക്കുന്നത്. പോക്സോ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ് പോക്സോ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. പോക്സോ നിയമം നിലയിൽ വന്നത് 2012 നവംബർ 14 അപ്പോൾ നവംബർ 14 പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, ശിശുദിനം. അപ്പോൾ കുട്ടികൾക്കുള്ളൊരു നിയമം കൊണ്ടുവരുമ്പോൾ അന്ന് തന്നെ നിലവിൽ വരണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം 2012 നവംബർ 14 പോക്സോ നിയമം നിലവിൽ വന്നത്.
പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശു ക്ഷേമ മന്ത്രാലയമാണ്. 2003 ഗോവ ചിൽഡ്രൻസ് ആക്ട് മാത്രമായിരുന്നു പോക്സോ നിയമം വരുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണത്തിനെതിരായ ശക്തമായ നിയമം. ഇന്ത്യയിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ പോക്സോ നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവയാണ്. അപ്പോൾ പോക്സോ നിയമം 2012 നിലവിൽ വന്നത്. 1989 നവംബർ 20 ഐക്യരാഷ്ട്രസഭ പാസാക്കിയ കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള കൺവെൻഷൻ ഇന്ത്യ 1992 ഡിസംബർ 11 അംഗീകരിച്ചതിന്റെ ഫലമായിട്ടാണ് 2012 നവംബർ 14 പോക്സോ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. 2012 32-ാം നിയമം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15(3) അനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക നിയമം പാസാക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം പാസാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി വന്ന നിയമമാണ് പോക്സോ. പോക്സോ എന്നതിന്റെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ്. പോക്സോ നിയമം പാർലമെന്റ് പാസാക്കുന്നത് 2012 മെയ് 22 ഈ നിയമത്തിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 പോക്സോ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14 പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. പോക്സോ നിയമത്തിന് മുമ്പ് 2003 ഗോവ ചിൽഡ്രൻസ് ആക്ട് മാത്രമായിരുന്നു ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണത്തിനെതിരായ ശക്തമായ നിയമം. ഇന്ത്യയിലെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളാണ് പോക്സോ നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ. അപ്പോൾ നമുക്ക് പോക്സോ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നോക്കാം. ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം. ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും ആക്രമണം കുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. മറ്റേതൊക്കെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ലൈംഗിക പീഡനം, ലൈംഗിക ആക്രമണം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം. പോക്സോ നിയമപ്രകാരം കുട്ടി എന്നാൽ വകുപ്പ് 2D പ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളും ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമത്തിന് മുന്നിൽ കുട്ടികളാണ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചു വരുന്നതാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്നാൽ എത്ര വയസ്സാണ്? 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മാത്രമാണ് പോക്സോ നിയമത്തിന് കീഴിൽ വരുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അത് തെറ്റാണ്. പോക്സോ നിയമത്തിന്റെ കീഴിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് പോക്സോ നിയമത്തിന്റെ പ്രത്യേകതകൾ നോക്കാം. ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നു. കുട്ടികൾക്ക് എതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചുള്ള നടപടിക്രമങ്ങളും ശിക്ഷയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നടപടിക്രമങ്ങളിൽ ശിശു സൗഹൃദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പോക്സോ നിയമത്തിന്റെ പ്രത്യേകതകൾ: ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നു. കുട്ടികൾക്ക് എതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചുള്ള നടപടിക്രമങ്ങളും ശിക്ഷയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നടപടിക്രമങ്ങളിൽ ശിശു സൗഹൃദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പോക്സോ നിയമത്തിന്റെ പ്രത്യേകതകൾ. പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളും ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമത്തിന് മുന്നിൽ കുട്ടികളാണ്. അപ്പോൾ പോക്സോ നിയമത്തിന്റെ പ്രത്യേകതകൾ: ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നു. കുട്ടികൾക്ക് എതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചുള്ള നടപടിക്രമങ്ങളും ശിക്ഷയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നടപടിക്രമങ്ങളിൽ ശിശു സൗഹൃദ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി പ്രത്യേക കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2012 നവംബർ 14 നിലവിൽ വന്ന പോക്സോ ആക്ടിൽ 9 അധ്യായങ്ങളും 46 വകുപ്പുകളുമാണുള്ളത്. അപ്പോൾ പോക്സോ ആക്ടിൽ 9 അധ്യായങ്ങളും 46 വകുപ്പുകളുമാണുള്ളത്. അപ്പോൾ അധ്യായം പ്രതിപാദിക്കുന്ന വിഷയം വകുപ്പുകൾ നമുക്ക് നോക്കാം. അധ്യായം 1 പ്രാരംഭിക്കും, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ മാതിരി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ 3 മുതൽ 12 വരെയുള്ള വകുപ്പുകളിൽ
കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നു. 3-ാമത്തെ അധ്യായത്തിൽ കുട്ടികളെ അശ്ലീല കാര്യങ്ങൾക്ക്, അതായത് പോണോഗ്രഫിക്ക് ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷാ നടപടികളെയും കുറിച്ച് പറയുന്നത് വകുപ്പുകൾ 13 മുതൽ 15 വരെ. അധ്യായം 4 കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് കുറിച്ച് പറയുന്നു. അത് വകുപ്പ് 16 മുതൽ 18 വരെയാണ് പറയുന്നത്. അധ്യായം 5 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നു. അത് 19 മുതൽ 23 വരെ വകുപ്പുകളായിട്ടാണ് പറയുന്നത്. അധ്യായം 6 കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്നു. വകുപ്പ് 24 മുതൽ 27 വരെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അധ്യായം 7 സ്പെഷ്യൽ കോടതികളെക്കുറിച്ച് പറയുന്നു. വകുപ്പ് 28 മുതൽ 32 വരെ. അധ്യായം 8 സ്പെഷ്യൽ കോടതികളുടെ നടപടിക്രമവും അധികാരങ്ങളും തെളിവെടുക്കുന്ന വിധവും ഒക്കെ പറയുന്നുണ്ട്. വകുപ്പ് 33 മുതൽ 38 വരെയാണ്. ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, 38 9 പലവക 39 മുതൽ 46 വരെയാണ് പലവക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പോക്സോ നിയമം പ്രകാരം കുട്ടികൾക്കെതിരെയുള്ള 7 നമുക്ക് ഓരോ അധ്യായങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി അതിനു മുമ്പ് പോക്സോ നിയമപ്രകാരം കുട്ടികൾക്കെതിരെയുള്ള 7 ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 പ്രവേശിത ലൈംഗികാതിക്രമം, 2 ഗൗരവതര പ്രവേശിത ലൈംഗികാതിക്രമം, 3 ലൈംഗികാതിക്രമം, 4 ഗൗരവതര ലൈംഗികാതിക്രമം, 5 ലൈംഗിക പീഡനം, 6 അശ്ലീല ചിത്രങ്ങളോ വീഡിയോയോ പുസ്തകങ്ങളോ പോലെയുള്ള അശ്ലീല കാര്യങ്ങൾക്ക് കുട്ടിയെ ഉപയോഗിക്കുന്നത്. ഇത്തരം കൃത്യങ്ങൾ കുട്ടിയോട് ചെയ്യുന്നത് മാത്രമല്ല കുട്ടിയെ കൊണ്ട് അയാളെയോ മറ്റാരെയെങ്കിലുമോ ചെയ്യിക്കുന്നതും ശിക്ഷാർഹമാണ്. 7 കുട്ടി ഉൾപ്പെടുന്ന നീലച്ചിത്രം പോലുള്ള അശ്ലീല വസ്തുക്കൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള 7 ലൈംഗിക കുറ്റകൃത്യങ്ങൾ പോക്സോ നിയമപ്രകാരം പറയുന്നത്: 1 പ്രവേശിത ലൈംഗികാതിക്രമം, 2 ഗൗരവതര പ്രവേശിത ലൈംഗികാതിക്രമം, 3 ലൈംഗികാതിക്രമം, 4 ഗൗരവതര ലൈംഗികാതിക്രമം, 5 ലൈംഗിക പീഡനം, 6 അശ്ലീല ചിത്രങ്ങളോ വീഡിയോയോ പുസ്തകങ്ങളോ പോലെയുള്ള അശ്ലീല കാര്യങ്ങൾക്ക് കുട്ടിയെ ഉപയോഗിക്കുന്നത്. ഇത്തരം കൃത്യങ്ങൾ കുട്ടിയോട് ചെയ്യുന്നത് മാത്രമല്ല കുട്ടിയെ കൊണ്ട് അയാളെയോ മറ്റാരെങ്കിലുമോ ചെയ്യിക്കുന്നതും ശിക്ഷാർഹമാണ്. 7 കുട്ടി ഉൾപ്പെടുന്ന നീലച്ചിത്രം പോലുള്ള അശ്ലീല വസ്തുക്കൾ സൂക്ഷിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി അതിനു മുമ്പ് ആർക്കാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? ഒരു കുട്ടി ഒരു ലൈംഗിക പീഡനത്തിന് ഇരയായി എന്നുണ്ട്, ആരാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? അതിൻ്റെ ലിസ്റ്റാണ് മാതാപിതാക്കൾക്ക് റിപ്പോർട്ട് ചെയ്യാം. പിന്നെ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. അധ്യാപകർ, സ്കൂൾ ജീവനക്കാർ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, ചൈൽഡ് ലൈൻ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും. അങ്ങനെ ആർക്കൊക്കെയാണ് ഒരു പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? മാതാപിതാക്കൾക്ക് കഴിയാം, സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, സ്കൂൾ ജീവനക്കാർ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, ചൈൽഡ് ലൈൻ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പിന്നെ ഏതൊരു പൊതുജനത്തിനും ഇങ്ങനെ പോക്സോ കേസ്, അതായത് ലൈംഗിക അതിക്രമം ഒരു കുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനത്തിനും ഈ കേസ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവർക്കൊക്കെ എവിടെ പരാതി നൽകേണ്ടത്? ആർക്കാണ്? പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകേണ്ടത് ലോക്കൽ പോലീസിന് പരാതി നൽകാം, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് നൽകാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, പിന്നെ ചൈൽഡ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പർ 1098 1098 നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ ഇവർക്കൊക്കെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതി നൽകാം. ആർക്കൊക്കെ? ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് ലൈൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഇവർക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, സ്കൂൾ ജീവനക്കാർ, ഡോക്ടർ, ആശുപത്രി ജീവനക്കാർ, ചൈൽഡ് ലൈൻ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും പൊതുജനത്തിനും റിപ്പോർട്ട് ചെയ്യാം. ആർക്കൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ലോക്കൽ പോലീസ്, സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് ലൈൻ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ ചൈൽഡ് ലൈനിൻ്റെ ടോൾ ഫ്രീ നമ്പറാണ് 1098. അതിൽ വിളിച്ചിട്ടായാലും നമുക്ക് ഈ കേസ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് പോക്സോ ഭേദഗതി നിയമം 2019. ഈ പോക്സോ നിയമം വന്നത് 2012. അതിനൊരു ഭേദഗതി വന്നിട്ടുണ്ട് 2019. കുട്ടികൾക്ക് എതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതിനൊപ്പം ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം 2019 ഭേദഗതി ചെയ്തു. 2019 ഭേദഗതി ചെയ്തു. അപ്പോൾ 2012 വന്നുള്ള പോക്സോ നിയമത്തിലെ ശിക്ഷകളൊക്കെ കാഠിന്യം കൂട്ടിക്കൊണ്ടാണ് 2019 പോക്സോ നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത്.
പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി സുബിൻ ഇറാനിയാണ്. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിരുന്നു സ്മൃതി ഇറാനി. പോക്സോ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24-നാണ്. പോക്സോ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാർ. ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1-നാണ്. അപ്പോൾ ഇവിടെ രാജ്യസഭയാണ് ആദ്യം ഈ ബില്ല് പാസാക്കിയത്. സ്മൃതി ഇറാനി രാജ്യസഭയിലാണിത് അവതരിപ്പിച്ചത്. 2019 ജൂലൈ 24-ന് രാജ്യസഭ ഈ ബില്ല് പാസാക്കി. പിന്നീട് ലോക്സഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാറാണ്. ലോക്സഭ ഇത് പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1-നാണ്. ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. പോക്സോ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ്. 2019 ഓഗസ്റ്റ് 5-ന് പോക്സോ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ചത്. അപ്പോൾ 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി വരുത്തിയ സെക്ഷനുകൾ 2, 4, 5, 6, 9, 14, 15, 34, 42, 45 അങ്ങനെ ഒരുപാട് സെക്ഷനിൽ ഭേദഗതി വരുത്തിയിട്ടുള്ള ഒരു ഭേദഗതി വരുത്തിക്കൊണ്ടാണ് 2019 പോക്സോ ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. 2019 ഭേദഗതിയിലൂടെയാണ് പോക്സോ നിയമത്തിൽ വധശിക്ഷ ഉൾപ്പെടുത്തിയത്. അപ്പോൾ 2012 പോക്സോ നിയമത്തിൽ വധശിക്ഷ ഉണ്ടായിരുന്നില്ല. 2019 ഭേദഗതിയോട് കൂടിയിട്ട് വധശിക്ഷ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഭേദഗതി ബില്ല് ഒന്നുകൂടി നോക്കാം. പോക്സോ ഭേദഗതി നിയമം 2019 കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കർശന ശിക്ഷ നൽകുന്നതിനൊപ്പം ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ട് പോക്സോ നിയമം 2019 ഭേദഗതി ചെയ്തു. ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി സുബിൻ ഇറാനിയാണ്. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിരുന്നു അവർ. പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 24-നാണ്. പോക്സോ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാറാണ്. ലോക്സഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 1-നും ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. പോക്സോ ഭേദഗതി ബില്ലിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ്. 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം ഭേദഗതി വരുത്തിയ സെക്ഷനുകൾ 2, 4, 5, 6, 9, 14, 15, 34, 42, 45 എന്നിവയാണ്. 2019 ഭേദഗതിയിലൂടെയാണ് പോക്സോ നിയമത്തിൽ വധശിക്ഷ ഉൾപ്പെടുത്തിയത്. ഇനി നമുക്ക് ഓരോ അധ്യായവും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അധ്യായം 1 നിയമത്തെക്കുറിച്ചുള്ള നിർവചനങ്ങൾ. പോക്സോ നിയമപ്രകാരം കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളും ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമത്തിന് മുന്നിൽ കുട്ടികളാണ് എന്ന് പറയുന്ന വകുപ്പ് 2D ആണ്. അധ്യായം 1 നിയമത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളാണ് അധ്യായം 1-ൽ പറയുന്നത്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളും ആൺ പെൺ വ്യത്യാസമില്ലാതെ നിയമത്തിന് മുന്നിൽ കുട്ടികളാണ് എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 2D. വകുപ്പ് 2Dയിലാണ് കുട്ടികളുടെ വയസ്സിനെ പറ്റി പറയുന്നത്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടി, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പോക്സോ നിയമത്തിന് കീഴിൽ വരുന്നതാണ്. അധ്യായം 2 കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയുന്നു. വകുപ്പ് 3 മുതൽ 12 വരെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഒരു 7 ലൈംഗിക കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ. അതാണ് ഓരോന്നും. പ്രവേശിത ലൈംഗിക അതിക്രമം. എന്താണ് പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ? കുട്ടിയുടെ വായിലോ സ്വകാര്യ ഭാഗങ്ങളിലോ ശരീരഭാഗങ്ങളോ മറ്റു വസ്തുക്കളോ പ്രവേശിപ്പിക്കുകയോ മറ്റൊരാളെ ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തികൾ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം എന്ന് പറയുന്നു. അതായത് പെനേട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം, അതാണ് പ്രവേശിത ലൈംഗിക അതിക്രമം. ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 3-ലാണ്. ലൈംഗിക അതിക്രമം, അതായത് പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറയുന്നത് വകുപ്പ് 3-ലാണ്. ഇത് പെനേട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അതായത് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം എന്ന് പറയുന്നു. പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 4-ആണ്. അപ്പോൾ വകുപ്പ് 3-ലെ പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് വകുപ്പ് 4-ആണ്. 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം വകുപ്പ് 4-ൽ ഭേദഗതി വരുത്തുകയും പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷകളിൽ മാറ്റം വരുത്തുകയും ചെയ്തു. കൂടാതെ 4(1), 4(2), 4(3) എന്നീ വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. വകുപ്പ് 4(1) പ്രകാരം പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയുമുണ്ട്. വകുപ്പ് 4(2) പ്രകാരം 16 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് നേരെ പ്രവേശിത ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവർക്കുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ നൽകാവുന്നതാണ്. കൂടാതെ പിഴ ശിക്ഷയ്ക്കും ഇവർ അർഹരാണ്. ഇവിടെ ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവ് എന്നാണ്. അല്ലാതെ ഇത്ര വർഷം എന്നല്ല.
സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവ് മുഴുവന് ജയിലിൽ കിടക്കണമെന്നാണ്. പിന്നെ വകുപ്പ് 4(3) പ്രകാരം പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴത്തുക അതിക്രമത്തിന് ഇരയായവരുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനുമായി അനുവദിക്കപ്പെടുന്നതുമാണ്. 2012 പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ കുറഞ്ഞ ശിക്ഷ 7 വർഷം തടവായിരുന്നു. കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവാണ്. കൂടാതെ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ അതാണ് ഭേദഗതിയിലൂടെ എത്ര വർഷമാക്കി? 10 വർഷം തടവും ഭേദഗതിയിലൂടെ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായ തടവ് ശിക്ഷയും പിന്നെ പിഴ ശിക്ഷയുമാക്കി. പിന്നെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെയാണ് ഈ പ്രവേശിത ലൈംഗിക അതിക്രമം എന്നുണ്ടെങ്കിൽ ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതോ പിന്നെ ലൈഫ് ലോങ് ജീവപര്യന്തം ജയിലിൽ കടക്കാനും കൂടാതെ പിഴയും ഈടാക്കി. ഈ പിഴ അതിക്രമത്തിന് ഇരയായവരുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനുമായി അനുവദിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് പ്രവേശിത ലൈംഗിക അതിക്രമമാണ്. ഇത് അധ്യായം വകുപ്പ് 3 പറയുന്നത് കുട്ടിയുടെ വായിലോ സ്വകാര്യ ഭാഗങ്ങളിലോ ശരീരഭാഗങ്ങളോ മറ്റു വസ്തുക്കളോ പ്രവേശിപ്പിക്കുകയോ മറ്റൊരാളെ ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തികൾ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമം എന്ന് പറയുന്നു. ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 3. ലൈംഗിക കടന്നുകയറ്റം അഥവാ പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 3. പെനേട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് എന്നറിയപ്പെടുന്നു. ഇത് പ്രവേശിക ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 4. അപ്പോൾ 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം വകുപ്പ് 4 ഭേദഗതി വരുത്തുകയും പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷകളിൽ മാറ്റം വരുത്തുകയും ചെയ്തു. കൂടാതെ 4(1), 4(2), 4(3) എന്നീ വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. വകുപ്പ് 4(1) പ്രകാരം പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയുമാക്കി. പിന്നെ വകുപ്പ് 4(2) പ്രകാരം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെ പ്രവേശിത ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്നവർക്കുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്ത തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ നൽകാവുന്നതാണ്. കൂടാതെ പിഴ ശിക്ഷയ്ക്കും ഇവർ അർഹരാണ്. ഇവിടെ ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവ് എന്നാണ്. വകുപ്പ് 4(3) പ്രകാരം പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴത്തുക അതിക്രമത്തിന് ഇരയായവരുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനുമായി അനുവദിക്കപ്പെടുന്നതുമാണ്. 2012 പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ കുറഞ്ഞ ശിക്ഷ 7 വർഷം തടവായിരുന്നു. കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവ് കൂടാതെ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമാണ്. അടുത്തത് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം. വകുപ്പ് 5 ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു പോലീസ് ഓഫീസറോ സായുധ സേനയിലോ സുരക്ഷാ സേനയിലുള്ള ഒരു വ്യക്തിയോ അവരുടെ കൃത്യനിർവഹണത്തിന്റെ ഇടയിലോ അല്ലാതെയോ ഒരു കുട്ടിക്കെതിരെ പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അത് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിൽപ്പെടുന്നു. അപ്പോൾ ഈ ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പോലീസ് ഓഫീസറോ ഒരു സുരക്ഷാ സേനയിലിരിക്കുന്ന സായുധ സേനയിലോ ഇരിക്കുന്ന ഒരു വ്യക്തി ഇവർ ഈ കുറ്റം ചെയ്യുമ്പോൾ അതായത് ഉന്നത നിയമത്തെക്കുറിച്ച് അറിയുന്നവർ നിയമം സംരക്ഷിക്കേണ്ടവരൊക്കെ ഈ കുറ്റം ചെയ്യുമ്പോൾ അത് കൂടുതൽ ഗൗരവതരമാവുകയാണ്. അതാണ് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. അപ്പോൾ പോലീസ് ഓഫീസറായ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലോ പരിസരത്ത് വെച്ച് അയാൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതോ അല്ലാത്തതോ ആയ ഏതെങ്കിലും സ്റ്റേഷൻ ഹൗസിന്റെ പരിസരത്ത് വെച്ചോ അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഇടയിലോ അല്ലാതെയോ അയാൾ ഒരു പോലീസ് ഓഫീസർ ആണെന്ന് അറിയുന്നതോ അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടുന്നതോ ആയ പ്രദേശത്ത് വെച്ച് ഒരു കുട്ടിക്കെതിരെ പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അതുപോലെ തന്നെ ഒരു സായുധ സേനയിലോ സുരക്ഷാ സേനയിലോ അംഗമായിരുന്ന ഒരു വ്യക്തി ആ വ്യക്തി വിന്യസിച്ചിരിക്കുന്ന പ്രദേശത്തിന്റെ പരിധിക്കുള്ളിൽ സൈന്യത്തിന്റെയോ സായുധ സേനയുടെയോ കീഴിലുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിലോ അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഇടയിലോ അല്ലാതെയോ അയാൾ ഒരു സായുധ സേന അംഗം അല്ലെങ്കിൽ സംരക്ഷണ സേനാംഗം എന്ന നിലയിൽ അറിയുന്നതും അല്ലെങ്കിൽ തിരിച്ചറിയുന്നതായ സ്ഥലത്ത് വെച്ച് ഒരു കുട്ടിക്കെതിരെ പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അത് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്നറിയപ്പെടുന്നു. ഇതിനെക്കുറിച്ച് വകുപ്പ് 5 പറയുന്നത്. അതുപോലെ പൊതുസേവകനായ ഒരാൾ ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയാലോ ഒരു ജയിലിന്റെയോ റിമാൻഡ് ഹോമിന്റെയോ പ്രൊട്ടക്ഷൻ ഹോമിന്റെയോ ഒബ്സർവേഷൻ ഹോമിന്റെയോ കുട്ടിയുടെ കസ്റ്റഡിക്കോ പരിചരണത്തിനും സംരക്ഷണത്തിനുമായിട്ടും നിലവിലുള്ള ഏതെങ്കിലും നിയമപ്രകാരം സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനത്തിന്റെയോ ഭരണനിർവഹണത്തിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ അത്തരം ജയിലിന്റെയോ റിമാൻഡ് ഹോമിന്റെയോ പ്രൊട്ടക്ഷൻ ഹോമിന്റെയോ പരിചരണത്തിനും സംരക്ഷണത്തിനും കസ്റ്റഡിക്കുമുള്ള മറ്റ് സ്ഥാപനത്തിലോ താമസിച്ചു വരുന്ന കുട്ടിയെ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയാണെങ്കിലോ
ഒരു സർക്കാർ ആശുപത്രിയിലെയോ സ്വകാര്യ ആശുപത്രിയിലെയോ ഭരണനിർവഹണത്തിൽ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ ആശുപത്രിയിൽ വെച്ച് ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുകയാണെങ്കിലോ ഇത് ഗൗരവതരമാകുന്നു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയോ മതസ്ഥാപനത്തിൻ്റെയോ ഭരണനിർവഹണത്തിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ ആ സ്ഥാപനത്തിൽ വെച്ച് കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുകയാണെങ്കിലോ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാലോ ഒന്നോ അതിലധികമോ ആളുകൾ സംഘം ചേർന്ന് അവരുടെ പൊതുലക്ഷ്യം എന്ന വണ്ണം ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാൽ അതിൽ ഓരോ വ്യക്തിയും ഈ ഖണ്ഡത്തിൽ പറയുന്ന സംഘം ചേർന്ന് പ്രവേശിത ലൈംഗികാതിക്രമം ചെയ്തതായി കണക്കാക്കുകയും അയാൾ ഒറ്റയ്ക്കായിരുന്നു അത് ചെയ്തതെങ്കിൽ ആ പ്രവൃത്തിക്ക് കിട്ടുന്ന ശിക്ഷ അവരിൽ ഓരോരുത്തർക്കും ലഭിക്കുന്നതുമാണ്. ഒരാൾ മാരകായുധങ്ങൾ, തീ, ചൂടുള്ള വസ്തുക്കൾ, വിനാശകരമായ മറ്റു വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാലോ ഒരാൾ കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുന്നതിൻ്റെ ഫലമായി ആ കുട്ടിക്ക് കഠിന ദേഹോപദ്രവമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ക്ഷതങ്ങളോ കുട്ടിയുടെ ജനനേന്ദ്രിയങ്ങളിൽ ക്ഷതങ്ങളോ ഉണ്ടാകുകയോ ഒരാൾ ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയതിൻ്റെ ഫലമായിട്ട് കുട്ടിക്ക് ശാരീരിക ശേഷിക്കുറവോ മാനസികാരോഗ്യ നിയമത്തിൻ്റെ വകുപ്പ് നിർവചിച്ചിരിക്കുന്ന പ്രകാരമുള്ള മാനസികാരോഗ്യം കുട്ടിക്ക് ഉണ്ടാവുകയോ കുട്ടിക്ക് ശാശ്വതമായോ താൽക്കാലികമായോ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്ന തരത്തിലുള്ള ഏതെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവുകയോ പെൺകുട്ടിയാണെങ്കിൽ ലൈംഗിക അതിക്രമത്തിൻ്റെ ഫലമായി ആ കുട്ടി ഗർഭിണിയാവുകയാണെങ്കിലോ കുട്ടിക്ക് HIV ബാധ ഉണ്ടാവുകയോ ജീവന് ഭീഷണി ഉയർത്തുന്ന ഏതെങ്കിലും അസുഖങ്ങളോ അണുബാധയോ ഉണ്ടാവുകയോ വഴി കുട്ടിക്ക് ശാശ്വതമായോ താൽക്കാലികമായോ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്ന തരത്തിലുള്ള ഏതെങ്കിലും ശാരീരിക ക്ഷമതക്കുറവ് ഉണ്ടാവുകയോ മാനസിക രോഗം ഉണ്ടാവുകയോ ഒരാൾ കുട്ടിയുടെ മാനസികമോ ശാരീരികമോ ആയ ക്ഷമതക്കുറവ് മുതലെടുത്ത് കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാലോ ഒരാൾ കുട്ടിയെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യമോ തുടർച്ചയായോ പ്രവേശിത ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയമാക്കിയാലോ ഒരാൾ 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാലോ കുട്ടിയുടെ രക്തബന്ധം, ദത്തെടുക്കൽ, വിവാഹം, ഫോസ്റ്റർ കെയർ ഇവയിലൂടെ ബന്ധുത്വമുള്ളതോ കുട്ടിയുടെ മാതാപിതാക്കളിൽ ഒരാളുമായി ഗാർഹിക ബന്ധമുള്ളതോ കുട്ടിയോടൊപ്പം ഒരേ വീട്ടിലോ പങ്കുപറ്റുന്ന വീട്ടിലോ താമസിക്കുകയോ ചെയ്യുന്ന ഒരാൾ ആ കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാലോ കുട്ടിക്ക് സഹായം നൽകി വരുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഉടമയോ ഭരണനിർവഹണത്തിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ ആയ ഒരാൾ കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാലോ കുട്ടിയെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതോ കുട്ടിയിൽ അധികാരമുള്ളതോ ആയ ഒരാൾ ഒരു സ്ഥാപനത്തിലെ കുട്ടിയുടെ വീട്ടിലോ മറ്റെവിടെയെങ്കിലുമോ വെച്ച് കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാലോ ഒരു കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ടിട്ട് ഒരാൾ ആ കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാലോ ഒരാൾ കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുകയും ആ കുട്ടിയെ കൊല ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്താലോ ഒരാൾ വർഗീയ പ്രാദേശികവാദ ലഹളകളുടെ ഇടയിൽ ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയാലോ ഒരാൾ ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുകയും അയാൾ ഈ നിയമപ്രകാരമോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരമോ ശിക്ഷാർഹമാകുന്ന ഏതെങ്കിലും ലൈംഗിക കുറ്റകൃത്യത്തിന് നേരത്തെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഒരാൾ ഒരു കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ ശേഷം പൊതുസ്ഥലത്ത് കുട്ടിയെ വിവസ്ത്രയാക്കുകയോ നഗ്നമാക്കി കടത്തുകയോ ചെയ്താലോ നഗ്നമാക്കി നടത്തിക്കുകയോ ചെയ്താലോ അതിനെ ഗൗരവതര പ്രവേശിത ലൈംഗികാതിക്രമം ചെയ്തു എന്ന് പറയാം. അറിയാൻ വായിച്ച് ഒരുപാട് എൻ്റെ ഇത് ആ നിയമത്തിൽ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഏതൊക്കെയാണ് പേടിക്കാനൊന്നുമില്ല. ഗൗരവതര പ്രവേശിത ലൈംഗികാതിക്രമം, അതായത് പ്രവേശിത ലൈംഗിക അതിക്രമം പറഞ്ഞു അത് തന്നെ ഇപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാർ നമ്മൾ ഓഫീസേഴ്സ്, അതായത് പോലീസ് ഓഫീസേഴ്സ്, സായുധ സേനയിലുള്ളവർ, പിന്നെ ഗവൺമെൻറ് ജോലിക്കാർ, അധ്യാപകർ, പിന്നെ ജയിലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടീനെ ഉപദ്രവിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ആ കുടുംബത്തിലുള്ളവർ, മാതാപിതാക്കളിൽ ആരെങ്കിലുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമാവുന്നു. അതാണ് ഗൗരവതര പ്രവേശിത ലൈംഗിക ആക്രമണം. പിന്നെ കൂട്ടമായിട്ടുള്ള ലൈംഗിക അതിക്രമണം, അതുപോലെ മാനസികാരോഗ്യമുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നതോ എന്തെങ്കിലും അസുഖമുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നതോ, പിന്നെ ഈ ഉപദ്രവം മൂലം ലൈംഗിക അതിക്രമം മൂലം ഒരു പെൺകുട്ടി ഗർഭിണിയാണെങ്കിലോ ഗർഭിണിയായ കുട്ടി ഉപദ്രവിക്കുന്നതോ, ഇങ്ങനെ ഉപദ്രവം മൂലം കുട്ടികൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലൊക്കെ ആ പ്രശ്നം ഗൗരവമാവുന്നു. അതാണ് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പ് 6 അപ്പോൾ പ്രവേശിത ലൈംഗിക അതിക്രമത്തിനേക്കാളും ഗൗരവമായതുകൊണ്ട് തന്നെ ഗൗരവതര പ്രവേശിക ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷയും കടുത്തു തന്നെയാണ്. 2012 പോക്സോ ആക്ട് നിലവിൽ വന്ന സമയത്ത് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള കുറഞ്ഞ ശിക്ഷ 10 വർഷത്തിൽ കുറയാത്ത കഠിന തടവായിരുന്നു. കൂടിയ ശിക്ഷ ജീവപര്യന്തം കഠിന തടവാണ്. കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്.
അപ്പോൾ 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം വകുപ്പ് 6 വരുത്തിയ മാറ്റങ്ങൾ വകുപ്പ് 6.1 പ്രകാരം ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായ കഠിന തടവും പിഴ ശിക്ഷയും അല്ലെങ്കിൽ വധശിക്ഷ. അപ്പോൾ വധശിക്ഷ കൊണ്ടുവന്നിരിക്കുന്നത് വകുപ്പ് 6.1 അത് ചിലപ്പോൾ ചോദിക്കാം, ഓർത്ത് വയ്ക്കുക. 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായ കഠിന തടവും പിഴ ശിക്ഷയും അല്ലെങ്കിൽ വധശിക്ഷ. പിന്നെ പരമാവധി വധശിക്ഷ നൽകാവുന്ന കുറ്റമാണിത്. വകുപ്പ് 6.2 പറയുന്നത് 6.2 പ്രകാരം ചുമത്തപ്പെട്ട പിഴ ഇരയുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനുമായി നൽകേണ്ടതുണ്ട് എന്നും പറയുന്നു. അവ 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷ ഉണ്ടായിരുന്നത് 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായി കഠിന തടവും പിഴ ശിക്ഷയുമാക്കി. അതുകൂടാതെ വധശിക്ഷയുമാക്കിയിട്ടുണ്ട്. പിന്നെ കൂടാതെ പിഴയുമുണ്ട്. അപ്പോൾ വധശിക്ഷ ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയായിട്ടാണ് വധശിക്ഷ കൊണ്ടുവന്നിരിക്കുന്നത്. 20 വർഷമാണ് അതിനുള്ള ശിക്ഷ. 20 വർഷത്തിൽ കുറയാത്തതും കടുത്ത ശിക്ഷ, പിന്നെ ജീവപര്യന്തം തടവും എന്ന് പറയുന്നത്. അപ്പോൾ ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ കുറ്റം പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസമുള്ളവരും, അതായത് കുട്ടിയെ സംരക്ഷിക്കേണ്ട ആൾക്കാരാവുമ്പോൾ, പിന്നെ കൂട്ടമുള്ള ആക്രമണം, വയ്യാത്ത കുട്ടിയൊക്കെ ഉപദ്രവിക്കുമ്പോൾ അതിൻ്റെ കാഠിന്യമേറുന്നു. പിന്നെ ഒരു കുറ്റം ചെയ്ത ആളെ വീണ്ടും ഒരു ലൈംഗിക കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളെ വീണ്ടും ആ കുറ്റം ചെയ്യുമ്പോൾ അത് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിൽ പെടുന്നു. അത് ഓർത്ത് വയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വധശിക്ഷ വരെ ആവാവുന്ന ഒരു കുറ്റമാണ് ഇത്. അത് ശിക്ഷയുടെ കാഠിന്യം അനുസരിച്ചിട്ടാണ് ഒരു ശിക്ഷയും തീരുമാനിക്കുന്നത്. അപ്പോൾ 20 വർഷം വരെ തടവ് അല്ലെങ്കിൽ വധശിക്ഷ, പിന്നെ പിഴ ശിക്ഷ. ആ പിഴ കുട്ടിയുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനുമായി നൽകുകയും ചെയ്യണം. അടുത്തത് ലൈംഗിക അതിക്രമം. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട വകുപ്പ് 7 ഈ വകുപ്പ് പ്രകാരം ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയോ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ലൈംഗിക അതിക്രമമാണ്. വകുപ്പ് 8 പ്രകാരം ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയുമാണ്. പിന്നെ ഗൗരവതര ലൈംഗിക അതിക്രമം. ഗൗരവതര ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് 9 ഗൗരവതര ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 10. ഗൗരവതര ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ 5 വർഷത്തിൽ കുറയാതെയുള്ളതും എന്നാൽ 7 വർഷം വരെ നീട്ടിയേക്കാവുന്നതുമായ തടവ് ശിക്ഷയ്ക്കും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആവരുത്. ലൈംഗിക അതിക്രമവും പ്രവേശിത ലൈംഗിക അതിക്രമവും വേറെയാണ്. പ്രവേശിത ലൈംഗിക അതിക്രമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ വായിലെ സ്വകാര്യ ഭാഗങ്ങളിൽ ശരീരഭാഗമോ മറ്റു വസ്തുക്കളോ പ്രവേശിക്കുന്നതിന് മറ്റൊരാളെ ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ്. എന്നാൽ ലൈംഗിക അതിക്രമത്തിൽ അങ്ങനെയില്ല. ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക അല്ലെങ്കിൽ കുട്ടികൾ കൊണ്ട് തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ലൈംഗിക അതിക്രമമാണ് വെറും ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. അടുത്തത് ഗൗരവ ലൈംഗിക അതിക്രമം. അതും ഗൗരവതര ലൈംഗിക അതിക്രമവും ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം കൂടി കൺഫ്യൂഷൻ ആവരുത്. അതിൽ ശിക്ഷയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട്. ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ വകുപ്പ് 8 പ്രകാരം ലൈംഗിക അതിക്രമത്തിലുള്ള ശിക്ഷ 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയായിരുന്നു. പ്രവേശിത ലൈംഗിക അതിക്രമത്തിലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും. പിന്നെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നേരെയാണ് പ്രവേശിത ലൈംഗിക അതിക്രമമെങ്കിൽ 20 വർഷത്തിൽ കുറയാത്ത തടവ് അല്ലെങ്കിൽ ജീവപര്യന്തമാണ്. പിന്നെ ഗൗരവതര ലൈംഗിക അതിക്രമത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു 20 വർഷത്തിലുള്ള തടവോ വധശിക്ഷയോ ആകാമെന്ന്. എന്നാൽ ഗൗരവതര ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് 9 ഗൗരവതര ലൈംഗിക അതിക്രമത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 10 ഗൗരവതര ലൈംഗിക അതിക്രമത്തിലുള്ള ശിക്ഷ 5 വർഷത്തിൽ കുറയാതെയുള്ളതും എന്നാൽ 7 വർഷം വരെ നീട്ടിയേക്കാവുന്നതുമായ തടവ് ശിക്ഷയ്ക്കും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. അപ്പോൾ ഗൗരവതര ലൈംഗിക അതിക്രമം പറഞ്ഞാൽ ഇപ്പോൾ ഈ ലൈംഗിക അതിക്രമം പറഞ്ഞല്ലോ, ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക. ഈ കാര്യം തന്നെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ, പോലീസ് ഓഫീസർ, സുരക്ഷാസേന ഉദ്യോഗസ്ഥർ, പിന്നെ അധ്യാപകർ, അങ്ങനെ നിയമം പാലിക്കേണ്ട കുറച്ച് ആൾക്കാരാണെങ്കിൽ ചെയ്യേണ്ടത്, പിന്നെ വീട്ടിൽ കുട്ടി സംരക്ഷിക്കേണ്ടവരാണെങ്കിൽ ആണെങ്കിൽ അത് ഗൗരവതരമാകുന്നു. അതാണ് ഗൗരവതര ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. അടുത്തത് ലൈംഗിക പീഡനം. ലൈംഗിക പീഡനത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് 11 ഒരാൾ ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഒരു കുട്ടി കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും പറയുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുക. കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ആംഗ്യം കാണിക്കുകയോ സാധനമോ ശരീരഭാഗമോ പ്രദർശിപ്പിക്കുക. അയാൾക്കോ മറ്റുള്ളവർക്ക് കാണുവാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ട് കുട്ടിയുടെ ശരീരമോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമോ പ്രദർശിപ്പിക്കുക.
അശ്ലീല കാര്യത്തിനായി ഏതെങ്കിലും സാധനം ഏതെങ്കിലും രൂപത്തിലൂടെയോ മാധ്യമത്തിലൂടെയോ ഒരു കുട്ടിയെ കാണിക്കുക. നേരിട്ടോ ഇലക്ട്രോണിക്കലായോ ഡിജിറ്റലോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ പല പ്രാവശ്യമോ നിരന്തരമായി ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക. കുട്ടിയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിനെയും കുട്ടി ഏർപ്പെട്ട ഏതെങ്കിലും ലൈംഗിക പ്രവൃത്തിയുടെയോ യഥാർത്ഥമോ വ്യാജമോ ആയ ഒരു ദൃശ്യം ഇലക്ട്രോണിക്കലായോ ഫിലിമോ ഡിജിറ്റലോ മറ്റേതെങ്കിലും രീതിയിലോ ഏതെങ്കിലും രൂപത്തിലുള്ള മാധ്യമം വഴി ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. അശ്ലീല കാര്യങ്ങൾക്കായി ഒരു കുട്ടിയെ വശീകരിക്കുക, അതിനായി പാരിതോഷികം നൽകുകയോ ചെയ്യുക. ഇതൊക്കെയാണ് ലൈംഗിക പീഡനമായി കണക്കാക്കുന്നത്. ഒരാൾ കുട്ടിയെ ഒരു ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതാവുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു കുട്ടി കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും കാര്യം പറയുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുക. കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ആംഗ്യം കാണിക്കുകയോ സാധനമോ ശരീരഭാഗമോ പ്രദർശിപ്പിക്കുക. അയാൾക്കോ മറ്റുള്ളവർക്കോ കാണുവാൻ വേണ്ടി ഒരു കുട്ടിയെ കൊണ്ട് കുട്ടിയുടെ ശരീരമോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ പ്രദർശിപ്പിക്കുക. അശ്ലീല കാര്യത്തിനായി ഏതെങ്കിലും സാധനം ഏതെങ്കിലും രൂപത്തിലൂടെയോ മാധ്യമത്തിലൂടെയോ ഒരു കുട്ടിയെ കാണിക്കുക. നേരിട്ടോ ഇലക്ട്രോണിക്കലായോ ഡിജിറ്റലോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ പല പ്രാവശ്യമോ നിരന്തരമായ ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക. കുട്ടിയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ കുട്ടി ഏർപ്പെട്ട ഏതെങ്കിലും ലൈംഗിക പ്രവൃത്തിയുടെയോ യഥാർത്ഥമോ വ്യാജമോ ആയ ഒരു ദൃശ്യം ഇലക്ട്രോണിക്കലായോ ഫിലിമോ ഡിജിറ്റലോ മറ്റേതെങ്കിലും രീതിയിലോ ഏതെങ്കിലും രൂപത്തിലുള്ള മാധ്യമം വഴി ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. അശ്ലീല കാര്യങ്ങൾക്കായി ഒരു കുട്ടിയെ വശീകരിക്കുകയോ അതിനായി പാരിതോഷികം നൽകുകയോ ചെയ്യുക. ഇതൊക്കെയാണ് ലൈംഗിക പീഡനത്തിൽ പെടുന്നത്. വകുപ്പ് 12 പ്രകാരം ഒരു കുട്ടിക്കെതിരെ ലൈംഗിക പീഡനം നടത്തുന്ന ഏതൊരാൾക്കും ലഭിക്കുന്ന ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ്. ലൈംഗിക പീഡനത്തിന് ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന തടവും പിഴയുമാണ്. മനസ്സിലായ ലൈംഗിക പീഡനം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് കുട്ടിയോട് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പെരുമാറുന്നതിന്. അത് വിവിധ രീതിയിലാണ്. ഈ ക്ലാസ് കേട്ടിട്ട് PDF വായിച്ച് നോക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൺഫ്യൂഷൻ മാറിക്കിട്ടും. അടുത്തത് അധ്യായം 3 വകുപ്പ് 13 മുതൽ 15 വരെ. അശ്ലീല കാര്യങ്ങൾക്കായി കുട്ടിയെ ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷയെയും കുറിച്ച് പറയുന്ന വകുപ്പാണ് അധ്യായം 3 വകുപ്പ് 13 മുതൽ 15 വരെ. അശ്ലീല കാര്യങ്ങൾക്കായി കുട്ടിയെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 13. ഒരാൾ ഒരു കുട്ടിയെ ഏതെങ്കിലും മാധ്യമത്തിലൂടെ പരിപാടികളോ പരസ്യങ്ങളടക്കം ടെലിവിഷൻ ചാനലുകളിലൂടെ സംപ്രേഷണം ചെയ്യുന്നതോ ഇന്റർനെറ്റിലൂടെയോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക്കലായോ അച്ചടി മാധ്യമത്തിലൂടെയോ അങ്ങനെയുള്ള പരിപാടികളോ പരസ്യമോ സ്വന്തം ആവശ്യത്തിനോ വിതരണത്തിനോ ആയാലും അല്ലെങ്കിലും ലൈംഗിക സംതൃപ്തിക്കായി താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിച്ചാൽ, അതായത് ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളുടെ പ്രദർശനം, യാഥാർത്ഥ്യമായോ കൃത്രിമമായോ ലൈംഗിക കൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഒരു കുട്ടിയെ ഉപയോഗിക്കുന്നത്, ആഭാസകരമോ അശ്ലീലമോ ആയ രീതിയിൽ കുട്ടിയെ പ്രദർശിപ്പിക്കുന്നതൊക്കെ കുറ്റകരമാണ്. ഇത്തരത്തിൽ ഒരു കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്കായി ഉപയോഗിച്ച ഒരു വ്യക്തി കുറ്റക്കാരനായി തീരുന്നു. അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടിയെ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 14. വകുപ്പ് 14(1) പ്രകാരം ഏതൊരാൾ ഒരു കുട്ടിയെയോ കുട്ടികളെയോ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവോ അയാൾക്ക് 5 വർഷത്തിൽ കുറയാത്ത തടവും ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കും. രണ്ടാമത്തേയോ തുടർന്നുള്ളതുമായ കുറ്റത്തിന് 7 വർഷത്തിൽ കുറയാതുള്ള തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വട്ടമാണ് ആ കാര്യം ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 5 വർഷത്തിൽ കുറയാത്ത തടവും ശിക്ഷയും പിഴ ശിക്ഷയുമാണ്. വീണ്ടും ഒരാൾ ആ കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശിക്ഷിച്ചു പിന്നെയും വീണ്ടും ആ കാര്യം തന്നെ അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 7 വർഷത്തിൽ കുറയാതുള്ള തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. വകുപ്പ് 14(2) പറയുന്നു, കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനാൽ അശ്ലീല കാര്യത്തിൽ നേരിട്ട് പങ്കാളിയായിക്കൊണ്ട് വകുപ്പ് 3, 5, 7, 9 പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അയാൾ വകുപ്പ് 14 പ്രകാരമുള്ള ശിക്ഷയ്ക്ക് പുറമെ വകുപ്പ് 4, 6, 8, 10 എന്നിവ പ്രകാരമുള്ള ശിക്ഷകൾ കൂടി ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ 4, 6, 8, 10 ഒക്കെ 3, 5, 7, 9 എന്തൊക്കെയെന്ന് പറഞ്ഞപ്പോൾ പ്രവേശിത ലൈംഗിക അതിക്രമം, ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം, ഗൗരവതര ലൈംഗിക അതിക്രമം, അങ്ങനെ 4 പറഞ്ഞു. അതിന് ശിക്ഷയും കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിച്ച ഈ കുറ്റങ്ങൾ കൂടി ചെയ്താൽ അതിനുള്ള ശിക്ഷയും കൂടി അയാൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അശ്ലീല കാര്യങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലായാലും ഒരാൾ ഒരു കുട്ടി ഏതെങ്കിലും മാധ്യമത്തിലൂടെ ലൈംഗിക സംതൃപ്തിക്കായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ഉൾപ്പെടെ ഉപയോഗിച്ചാൽ, അതായത് ഒരു കുട്ടിയെ സ്വകാര്യ ഭാഗങ്ങളുടെ പ്രദർശനം, യാഥാർത്ഥ്യമായോ കൃത്രിമമായോ ലൈംഗിക കൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഒരു കുട്ടിയെ ഉപയോഗിക്കുന്നത്, ആഭാസകരമോ അശ്ലീലമായ രീതിയിൽ കുട്ടിയെ പ്രദർശിപ്പിക്കുന്നതൊക്കെ അശ്ലീല കാര്യങ്ങൾക്കായി ഉപയോഗിച്ച ഒരു വ്യക്തി ഇങ്ങനെ ഈ വകുപ്പ് പ്രകാരം കുറ്റമാണ്. അപ്പോൾ ഈ കുറ്റത്തിന് അശ്ലീല കാര്യങ്ങൾക്ക് കുട്ടി ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 14. ഇത് പ്രകാരം ഒരാൾക്ക് 5 വർഷത്തിൽ കുറയാത്ത തടവും പിഴയും ലഭിക്കുന്നതാണ്.
രണ്ടാമത്തെയോ തുടർന്നുള്ളതായ കുറ്റത്തിന് 7 വർഷത്തിൽ കുറയാതെയുള്ള തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഇതിൽ ഒരു വട്ടം ശിക്ഷിച്ചു, പിന്നെ രണ്ടാമത് ആ കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ അതിന് ശിക്ഷയുടെ കാഠിന്യം കൂടും. 7 വർഷം, 5 വർഷം എന്നുള്ളത് 7 വർഷമാവും. പിന്നെ ഈ കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആള് മറ്റ് ലൈംഗിക അതിക്രമത്തിനും പ്രവേശിത ലൈംഗിക അതിക്രമത്തിനും ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം ഗൗരവതര ലൈംഗിക അതിക്രമം എന്നിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ കൂടി അയാൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 15. കുട്ടികളുടെ ഏതെങ്കിലും രൂപത്തിലുള്ള അശ്ലീല സാമഗ്രികൾ അത് ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ നിയുക്ത അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറാകാതെ പങ്കിടുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനു വേണ്ടി സൂക്ഷിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 5000 രൂപയിൽ കുറയാത്ത പിഴയും, രണ്ടാമത്തേത് തുടർന്നുള്ളതുമായി കുറ്റം ചെയ്യുന്ന പക്ഷം 10000 രൂപയിൽ കുറയാത്ത പിഴയും ശിക്ഷയായി ലഭിക്കാവുന്നതാണ്. അതായത് കുട്ടിയുടെ ക്ലിപ്പ് എന്തെങ്കിലും വീഡിയോ ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാതെ ഷെയർ ചെയ്യാനൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യത്തെ തവണ ചെയ്യുകയാണെങ്കിൽ 5000 രൂപയും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ 10000 രൂപ വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്നതാണ്. റിപ്പോർട്ട് ചെയ്യുന്നതിനോ കോടതിയിൽ തെളിവായി ഉപയോഗിക്കുന്നതിനോ ഒഴികെ കൈമാറുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ പ്രദർശിപ്പിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ വേണ്ടി ഒരു കുട്ടി ഉൾപ്പെടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 3 വർഷം വരെയാകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. അതായത് റിപ്പോർട്ട് ചെയ്യുന്നതിന് കോടതിയിൽ തെളിവായി ഉപയോഗിക്കുന്നതിന് ഒഴികെ കൈമാറുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഒരു കുട്ടി ഉൾപ്പെടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ചിത്രം, അശ്ലീല വീഡിയോ ഒക്കെ സൂക്ഷിച്ച് വെക്കുക, അശ്ലീല സാമഗ്രി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ അതിന് 3 വർഷം വരെ തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഏതെങ്കിലും വ്യക്തി വാണിജ്യ ആവശ്യത്തിനായി ഒരു കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ ഏതു വിധത്തിൽ സൂക്ഷിച്ചു വെച്ചാലും അയാൾക്ക് 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. രണ്ടാമത്തേതോ തുടർന്നുള്ളതായ കുറ്റം തെളിയിക്കപ്പെട്ടാൽ 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ നീട്ടാവുന്നതുമായി തടവും പിഴയും ശിക്ഷയായി ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും വ്യക്തി വാണിജ്യ ആവശ്യത്തിനായിട്ട് ഒരു കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ ഏതു വിധത്തിൽ സൂക്ഷിച്ചു വെച്ചാലും അയാൾക്ക് 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. രണ്ടാമത്തേത് തുടർന്നുള്ളതായ കുറ്റം തെളിയിക്കപ്പെട്ടാൽ 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ നീട്ടാവുന്നതുമായി തടവും പിഴയും ശിക്ഷയായി ലഭിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 15 ഏതെങ്കിലും രൂപത്തിൽ അശ്ലീല സാമഗ്രികൾ അത് ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ നിയുക്ത അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യാനോ തയ്യാറാകാതെ പങ്കിടുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും 5000 രൂപയിൽ കുറയാത്ത പിഴയും, രണ്ടാമതോ തുടർന്നുള്ളതുമായി കുറ്റം ചെയ്യുന്ന പക്ഷം 10000 രൂപ പിഴയായി ലഭിക്കുന്നത്. പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിന് കോടതിയിൽ തെളിവായി ഉപയോഗിക്കുന്നതിനോ ഒഴികെ കൈമാറുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ പ്രദർശിപ്പിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഒരു കുട്ടി ഉൾപ്പെടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അശ്ലീല സാമഗ്രിയെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും 3 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. ഏതെങ്കിലും വ്യക്തി വാണിജ്യ ആവശ്യത്തിനായിട്ട് ഒരു കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചാലും അയാൾക്ക് 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. ഇത് രണ്ടാമത്തേത് തുടർന്നോ ആണെങ്കിൽ അത് 5 വർഷം മുതൽ 7 വർഷം വരെ നീട്ടാമെന്നും പിഴയ്ക്കും സാധ്യതയുണ്ട്. അടുത്തത് അധ്യായം 4 വകുപ്പ് 16 മുതൽ 18 കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുകയോ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വകുപ്പ് 16 കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒരാളെ ഉത്സാഹിപ്പിക്കുക. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒന്നോ അതിലധികമോ ആളുകളുടെ കൂടെ ഗൂഢാലോചനയിൽ ഏർപ്പെടുകയും ആ ഗൂഢാലോചനയെ തുടർന്ന് നിയമവിരുദ്ധമായ ഏതെങ്കിലും കൃത്യം നടത്തുകയും ചെയ്യുക. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി മനഃപൂർവ്വം മറ്റൊരാളെ സഹായിക്കുക. ഇതൊക്കെയാണ് അപ്പോൾ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വകുപ്പ് 16. കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒരാളെ ഉത്സാഹിപ്പിക്കുക. ഒരു കുറ്റകൃത്യം ഒരാളോട് അത് ചെയ്തോ പ്രശ്നമില്ല ചെയ്തോ പറഞ്ഞിട്ട് ഉത്സാഹിപ്പിക്കുക. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒന്നോ അതിലധികമോ ആളുകളുടെ കൂടെ ഗൂഢാലോചനയിൽ ഏർപ്പെടുകയും ആ ഗൂഢാലോചനയെ തുടർന്ന് നിയമവിരുദ്ധമായ ഏതെങ്കിലും കൃത്യം നടത്തുകയും ചെയ്യുക. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി മനഃപൂർവ്വം മറ്റൊരാളെ സഹായിക്കുക. ഇതൊക്കെ കുറ്റകൃത്യം കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രേരിപ്പിക്കുന്നതിനുള്ള വകുപ്പിൽ പെടുന്നു. ഇങ്ങനെ പ്രേരണയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 17. പ്രേരണയ്ക്കുള്ള ശിക്ഷ ഏതൊരാൾ ഈ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്നതിലേക്കായി പ്രേരിപ്പിക്കുകയും ആ പ്രേരണയെ തുടർന്നാണ് അത്തരം കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ അയാളെ ആ കുറ്റത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ശിക്ഷ നൽകി ശിക്ഷിക്കേണ്ടതാണ്.
അപ്പോൾ ഒരാൾ പ്രേരിപ്പിച്ചിട്ട് അയാൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അയാളുടെ പ്രേരണ കൊണ്ട് മറ്റൊരാളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ കൂടെ ഇയാളും ശിക്ഷ അനുഭവിക്കാൻ അർഹനാണ്. ആ കുറ്റത്തിന് എന്ത് കുറ്റമാണോ അയാൾ ചെയ്തത് ആ കുറ്റത്തിനുള്ള ശിക്ഷ ഈ പ്രേരിപ്പിച്ച ആളും അനുഭവിക്കേണ്ടതാണ്. അതിന് കുറ്റകൃത്യം നടത്താൻ ശ്രമിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 18-ലാണ്. കുറ്റകൃത്യം നടത്താൻ ശ്രമിച്ചാലുള്ള ശിക്ഷ ഏതൊരാളാണോ ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്യാനോ അത്തരം കുറ്റകൃത്യം ചെയ്യിപ്പിക്കാനോ ശ്രമിക്കുകയും അങ്ങനെയുള്ള ശ്രമത്തിൽ കുറ്റകൃത്യം നടത്തുന്നതിലേക്കുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അയാൾ സന്ദർഭമനുസരിച്ച് ജീവപര്യന്ത തടവിൻ്റെ പകുതിയോളമാകാവുന്ന കാലത്തേക്കോ ആ കുറ്റകൃത്യത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരമാവധി തടവിൻ്റെ പകുതിയോളമാകാവുന്ന തടവിനോ പിഴയ്ക്കോ ഇവ രണ്ടിനു കൂടിയോ ശിക്ഷാർഹനാകുന്നതാണ്. അപ്പോൾ ഒരു വ്യക്തി കുറ്റകൃത്യം നടത്താൻ ശ്രമിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് കുറ്റകൃത്യം ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു, അങ്ങനെ ഉള്ള അതിനെ പറ്റി പറയുന്നതാണ് വകുപ്പ് 18. കുറ്റകൃത്യം നടത്താൻ ശ്രമിച്ചാലുള്ള ശിക്ഷ ഏതൊരാളാണോ ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്യാനോ അത്തരം കുറ്റകൃത്യം ചെയ്യിപ്പിക്കാനോ ശ്രമിക്കുകയും അങ്ങനെയുള്ള ശ്രമത്തിൽ കുറ്റകൃത്യം നടത്തുന്നതിലുള്ള എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്താൽ അയാൾ സന്ദർഭമനുസരിച്ച് ജീവപര്യന്ത തടവിൻ്റെ പകുതിയോളമാകാവുന്ന കാലത്തേക്കോ ആ കുറ്റകൃത്യത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള പരമാവധി തടവിൻ്റെ പകുതിയോളമാകാവുന്ന തടവിനോ പിഴയ്ക്കോ ഇവ രണ്ടിനും കൂടി ശിക്ഷാർഹനാകുന്നതാണ്. അപ്പോൾ ഒരാൾ കുറ്റം ചെയ്യാൻ തുടങ്ങണേയുള്ളൂ, അപ്പോഴേക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോഴേക്ക് പിടിയിലായി, അങ്ങനെയുള്ള ആൾക്കും ചെയ്യാൻ പോയ ശിക്ഷയുടെ പകുതി ശിക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ജീവപര്യന്തം തടവിൻ്റെ പകുതിയോളമോ ശിക്ഷ ലഭിക്കും. അടുത്തത് അധ്യായം 5, വകുപ്പ് 19 മുതൽ 23. കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമം. ശിക്ഷകളെ പറ്റി പറഞ്ഞു. ഇനി കേസുകൾ റിപ്പോർട്ട്. കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് 19. ഒരു വ്യക്തി, കുട്ടിയടക്കം ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ആശങ്കയുണ്ടെങ്കിലോ അത്തരം കുറ്റകൃത്യം നടന്നു എന്ന് അറിവുണ്ടെങ്കിലോ അയാൾ അത്തരം വിവരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ലോക്കൽ പോലീസിനോ നൽകേണ്ടതാണ്. ഇപ്പോൾ ഒരാൾ ഒരു വീട്ടിൽ ഉണ്ട്, ആ കുട്ടീനെ പീഡിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരാൾക്ക് വിവരം കിട്ടി, അത് പെട്ടെന്ന് പോലീസിനെ അറിയിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഈ നിയമപ്രകാരം നൽകുന്ന റിപ്പോർട്ട് ഒരു നമ്പർ നൽകുകയും രേഖാമൂലമാക്കുകയും വേണം. വിവരം നൽകിയ വ്യക്തിയെ വായിച്ചു കേൾപ്പിക്കണം. പോലീസ് യൂണിറ്റിൽ വെച്ചിട്ടുള്ള ബുക്കിൽ രേഖപ്പെടുത്തണം. റിപ്പോർട്ട് നൽകിയത് ഒരു കുട്ടിയാണെങ്കിൽ അത് രേഖാമൂലമാക്കേണ്ടത് രേഖപ്പെടുത്തുന്നതിൻ്റെ ഉള്ളടക്കം കുട്ടിക്ക് മനസ്സിലാകുന്നതിനായി ലളിതമായ ഭാഷയിലായിരിക്കണം. ഉള്ളടക്കം രേഖാമൂലമാക്കുന്നത് കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലെങ്കിലോ ആവശ്യമെന്ന് കരുതുന്ന ഏത് സന്ദർഭത്തിലും നിർദ്ദേശിക്കപ്പെടാവുന്ന ഫീസ് നൽകിക്കൊണ്ട് യോഗ്യതയും പ്രവൃത്തി പരിചയവുമുള്ള ഒരു പരിഭാഷകനെയോ ദ്വിഭാഷിയെയോ കുട്ടിക്ക് ലഭ്യമാക്കേണ്ടതാണ്. കുറ്റകൃത്യത്തിനിരയായ കുട്ടിക്ക് പരിചരണവും സംരക്ഷണവും ആവശ്യമാണെന്ന് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ലോക്കൽ പോലീസിനോ ബോധ്യപ്പെടുന്ന പക്ഷം അതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കുട്ടിക്ക് നിർദ്ദേശിക്കപ്പെടാവുന്ന പരിചരണവും സംരക്ഷണവും കുട്ടിയെ ഷെൽട്ടർ ഹോമിലാക്കുന്നതോ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതടക്കം അടിയന്തരമായി നൽകുവാനുള്ള നടപടികൾ കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനകം സ്വീകരിക്കേണ്ടതാണ്. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ അനാവശ്യമായ കാലതാമസം വരുത്താതെയും 24 മണിക്കൂറിനുള്ളിലും ആ വിഷയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും സ്പെഷ്യൽ കോടതിക്കും അല്ലെങ്കിൽ സ്പെഷ്യൽ കോടതി നിയോഗിച്ചിട്ടില്ലാത്ത പക്ഷം സെഷൻസ് കോടതിക്കും കുട്ടിക്ക് പരിചരണവും സംരക്ഷണവും നൽകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ആയതിലേക്ക് അവർ എടുത്ത നടപടികളെക്കുറിച്ചും റിപ്പോർട്ട് നൽകേണ്ടതാണ്. ഈ നിയമപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്ന യാതൊരാൾക്കും സിവിലോ ക്രിമിനലോ ആയ ഒരു ബാധ്യതയും ഉണ്ടാകുന്നതല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഒരു കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പ് 19-ആണ്. ഒരു വ്യക്തി, അതായത് ഒരു കുട്ടിയടക്കം ആവാം, ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ടെന്ന് ആശങ്കയുണ്ടെങ്കിലോ അത്തരം കുറ്റകൃത്യം നടന്നു എന്ന് അറിവുണ്ടെങ്കിലോ അയാൾക്ക് അത്തരം വിവരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ലോക്കൽ പോലീസിനോ നൽകാം. ഈ നിയമപ്രകാരം നൽകുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പോലീസുകാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നമ്പർ നൽകുകയും അത് രേഖാമൂലമാക്കുകയും വേണം. വിവരം നൽകിയ വ്യക്തിയെ വായിച്ച് കേൾപ്പിക്കണം. പോലീസ് യൂണിറ്റിൽ വെച്ചിട്ടുള്ള ബുക്കിൽ രേഖപ്പെടുത്തണം. റിപ്പോർട്ട് നൽകിയത് ഒരു കുട്ടിയാണെങ്കിൽ അത് രേഖാമൂലമാക്കേണ്ടത് രേഖപ്പെടുത്തുന്നതിൻ്റെ ഉള്ളടക്കം കുട്ടിക്ക് മനസ്സിലാകുന്നതിനായി ലളിതമായ ഭാഷയിലായിരിക്കണം. കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം ഈ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഇനി ഉള്ളടക്കം രേഖാമൂലമാക്കുന്നത് കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിലല്ലെങ്കിലോ ആവശ്യമെന്ന് കരുതുന്ന ഏത് സന്ദർഭത്തിലും നിർദ്ദേശിക്കപ്പെടാവുന്ന ഫീസ് നൽകിക്കൊണ്ട് യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ള ഒരു പരിഭാഷകനെയോ ദ്വിഭാഷിയെയോ കുട്ടിക്ക് ലഭ്യമാക്കേണ്ടതാണ്. ഇപ്പോൾ കുട്ടിക്ക് അറിയാത്ത ഭാഷയിലാണ് അവരെ സംസാരിക്കുന്നതെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ദ്വിഭാഷിയെ പോലീസുകാർ തന്നെ നിയമിക്കേണ്ടതാണ്. കുറ്റകൃത്യത്തിനിരയായ കുട്ടിക്ക് പരിചരണവും സംരക്ഷണവും ആവശ്യമാണെന്ന് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ലോക്കൽ പോലീസിനോ ബോധ്യപ്പെടുന്ന പക്ഷം അതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് കുട്ടിക്ക് നിർദ്ദേശിക്കപ്പെടാവുന്ന പരിചരണവും സംരക്ഷണവും അടിയന്തരമായി നൽകാനുള്ള നടപടികൾ കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനകം സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അടിയന്തര നടപടികൾ 24 മണിക്കൂറിനകം. ഈ 24 മണിക്കൂർ എന്നുള്ളത് ചോദിക്കാം.
അപ്പോൾ കുറ്റകൃത്യത്തിനിരയായി കുട്ടിക്ക് പരിചരണവും സംരക്ഷണവും ആവശ്യമാണ് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസിനോ ബോധ്യപ്പെടുകയാണെങ്കിൽ എത്ര മണിക്കൂർ കൊണ്ടാണ് അവർക്ക് അത് നൽകേണ്ടതെന്ന് ചോദിക്കാം. 24 മണിക്കൂറിനകം അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കണം. സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ അനാവശ്യമായ കാലതാമസം വരുത്താതെയും 24 മണിക്കൂറിനുള്ളിലും ആ വശയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും സ്പെഷ്യൽ കോടതിക്കും അല്ലെങ്കിൽ സ്പെഷ്യൽ കോടതി നിയോഗിച്ചിട്ടില്ലാത്ത പക്ഷം സെഷൻസ് കോടതിക്കും കുട്ടിക്ക് പരിചരണവും സംരക്ഷണവും നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആയതിലേക്ക് അവർ എടുത്ത നടപടികളെക്കുറിച്ചും റിപ്പോർട്ട് നൽകേണ്ടതാണ്. അപ്പം ഇങ്ങനൊരു കേസ് കിട്ടിയാൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും സ്പെഷ്യൽ കോടതിയൊക്കെ അറിയിക്കേണ്ടതാണ്. ഈ നിയമപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്ന യാതൊരാൾക്കും സിവിലോ ക്രിമിനലോ ആയ ഒരു ബാധ്യതയും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ പേരിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആളുകൾ എന്ത് പറഞ്ഞാലും മടിക്കാനാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ പിന്നാലെ നടക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പലതും പറയാതിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ പ്രത്യേകിച്ചും യാതൊരു ബാധ്യതയും റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് സിവിലായിട്ടോ ക്രിമിനലായിട്ടോ യാതൊരു ബാധ്യതയും ഉണ്ടാകുന്നതല്ല എന്ന് ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അടുത്തത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾ, സ്റ്റുഡിയോ, മറ്റ് ഫോട്ടോഗ്രാഫിക് സംവിധാനങ്ങൾ എന്നിവയുടെ ബാധ്യത എന്നിവയെക്കുറിച്ച് പറയുന്ന വകുപ്പ് 20 ഇതിനെക്കുറിച്ച് പറയുന്നത്. മാധ്യമങ്ങളിലെയോ ഹോട്ടലിലെയോ ലോഡ്ജിലെയോ ആശുപത്രിയിലെയോ ക്ലബിലെയോ സ്റ്റുഡിയോയിലെയോ ഫോട്ടോഗ്രാഫിക് സംവിധാനങ്ങളിലെയോ ജീവനക്കാർ അവരെ എന്ത് തന്നെ പേരിൽ അറിയപ്പെട്ടാലും അവിടെ എത്ര തന്നെ പേർ ജോലിക്കുണ്ടായിരുന്നാലും കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും സാമഗ്രികളോ വസ്തുക്കളോ അശ്ലീല ചിത്രങ്ങൾ, ലൈംഗികതയുമായി ബന്ധപ്പെട്ടതോ കുട്ടിയെയോ കുട്ടികളെയോ ആഭാസകരമായ രീതിയിൽ ചിത്രീകരിക്കുന്നതായ കാര്യങ്ങൾ ഏത് മാധ്യമം വഴി ഉപയോഗിച്ചാലും അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ സന്ദർഭമനുസരിച്ച് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ ലോക്കൽ പോലീസിനെയോ ആ വിവരം അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ, അതായത് CCTV ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെയോ ലോക്കൽ പോലീസിനെയോ വിവരം അറിയിക്കേണ്ടതാണ് എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 20. കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനോ രേഖപ്പെടുത്തുന്നതിനോ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 21. വകുപ്പ് 19, 20 ഇപ്പം നമ്മൾ പറഞ്ഞു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള 19, പിന്നെ മാധ്യമങ്ങൾ, ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി വകുപ്പ് 20, 2 വകുപ്പുകൾ പറഞ്ഞു. എന്നിവ പ്രകാരം ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ 6 മാസം വരെ ആകാവുന്ന തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയിരിക്കും ലഭിക്കുക. ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടും റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുകയാണെങ്കിൽ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. ഒരാൾ ഒരു സ്ഥാപനത്തിന്റെ ചുമതലയിൽ ഇരിക്കെ അയാളുടെ നിയന്ത്രണത്തിലുള്ള കീഴ് ജീവനക്കാർ നടത്തിയ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തിയാൽ അയാൾ അത്തരം വീഴ്ചയ്ക്ക് 1 വർഷം വരെ ആകാവുന്ന തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. ഒരാൾ ഒരു സ്ഥാപനത്തിന്റെ ചുമതലയിൽ ഇരിക്കെ അയാളുടെ നിയന്ത്രണത്തിലുള്ള കീഴ് ജീവനക്കാർ നടത്തിയ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തിയാൽ അയാൾ അത്തരം വീഴ്ചയ്ക്ക് 1 വർഷം വരെ ആകാവുന്ന തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. ഈ വ്യവസ്ഥകൾ ഒരു കുട്ടിക്ക് ഈ നിയമപ്രകാരം ബാധകമല്ല. ഈ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയാവുകയോ അല്ലെങ്കിൽ അതിന് സാക്ഷിയാവുകയോ ചെയ്തിട്ട് ആ കുട്ടി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിൽ പ്രശ്നമില്ല. പക്ഷെ അത് മുതിർന്നവരാണെങ്കിൽ വകുപ്പ് 21 പ്രകാരം കുറ്റകരമാണ്. പിന്നെ ഒരു സ്ഥാപനത്തിന്റെ ചുമതലയിലേക്ക് അയാളുടെ നിയന്ത്രണത്തിലുള്ള കീഴ് ജീവനക്കാർ കുറ്റം നടത്തിയത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് 1 വർഷം വരെ ഉള്ള തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 22. വ്യാജ വിവരങ്ങൾക്കോ വ്യാജ പരാതികൾക്കോ ഉള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 22. അപ്പോൾ ഒരാളെ അപമാനിക്കണമെന്നോ ഭീഷണിപ്പെടുത്തണമെന്നോ മാനഹാനി വരുത്തണമെന്നോ ഉള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരാളെ 3, 5, 7, 9 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം ആരെങ്കിലും നടത്തിയതായി അയാൾക്കെതിരെ മറ്റൊരാൾ വ്യാജ വിവരം നൽകുകയോ വ്യാജ പരാതി നൽകുകയോ ചെയ്താൽ അയാൾ 6 മാസം വരെ ആകാവുന്ന തടവിനോ പിഴയ്ക്കോ ഇവ രണ്ടിനും കൂടിയോ ശിക്ഷാർഹനാകുന്നതാണ്. അപ്പോൾ ഒരാളെ അപമാനിക്കണമെന്നോ ഭീഷണിപ്പെടുത്തണമെന്നോ മാനഹാനി വരുത്തണമെന്നോ ഉള്ള ഉദ്ദേശത്തോടുകൂടി ഒരാളെ 3, 5, 7, 9 3 എന്താ പറയുന്നത്, പ്രവേശിത ലൈംഗിക അതിക്രമം, 5 ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം, 7 ലൈംഗിക അതിക്രമം, 8 ഗൗരവതര ലൈംഗിക അതിക്രമം. ഈ ഉദ്ദേശത്തോടെ ഒരാളെ ഈ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം ആരെങ്കിലും നടത്തിയതായിട്ട് അയാൾക്കെതിരെ ഒരു വ്യാജ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ ആ പരാതി നൽകിയ ആൾ 6 മാസം വരെ ആകാവുന്ന തടവിനോ പിഴയ്ക്കോ ഇവ രണ്ടിനും കൂടിയോ ശിക്ഷാർഹനാകുന്നതാണ്. എന്നാൽ വ്യാജ പരാതിയോ മറ്റു വിവരങ്ങളോ ഒരു കുട്ടിയാണ് നൽകിയതെങ്കിൽ ആ കുട്ടിക്ക് ഒരു ശിക്ഷയും നൽകുവാൻ പാടുള്ളതല്ല. ഇതിൽ നിന്നാണ് ഇന്നലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. വകുപ്പ് 22 പ്രകാരം
ചെയ്യുന്ന ഒരു വ്യാജ പരാതി നൽകിയ കുട്ടിക്ക് ഒരു ശിക്ഷയും നൽകാൻ പാടുള്ളതല്ല. എന്നാൽ വ്യാജ പരാതിയോ മറ്റു വിവരങ്ങളോ ഒരു കുട്ടിയാണ് നൽകിയതെങ്കിൽ ആ കുട്ടിക്ക് ഒരു ശിക്ഷയും നൽകുവാൻ പാടുള്ളതല്ല. കുട്ടിയല്ലാത്ത ഏതെങ്കിലും വ്യക്തി ഒരു കുട്ടിക്കെതിരായി തെറ്റായ വിവരമാണെന്ന് അറിഞ്ഞുകൊണ്ട് വ്യാജ പരാതിയോ വ്യാജ വിവരമോ നൽകുക വഴി ആ കുട്ടിയെ ഈ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ ബലിയാടാകുന്നുവെങ്കിൽ അയാൾ 1 വർഷം തടവിനോ പിഴയ്ക്കോ അല്ലെങ്കിൽ ഇവ രണ്ടിനും കൂടിയോ ശിക്ഷാർഹനാകുന്നതാണ്. അപ്പോൾ ഒരാളെ പറ്റിയിട്ട് വ്യാജ പരാതി നൽകുകയാണെങ്കിൽ അയാൾക്ക് 6 മാസം വരെ ആകാവുന്ന തടവിനും പിഴയ്ക്കും ഇവ രണ്ടിനും കൂടിയോ ശിക്ഷാർഹനുണ്ട്. എന്നാൽ വ്യാജ പരാതി ഒരു കുട്ടിയാണ് നൽകുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഒരു ശിക്ഷയും നൽകുവാൻ പാടുള്ളതല്ല. പിന്നെ ഒരു കുട്ടിക്കെതിരെയാണ് ഒരു വ്യക്തി വ്യാജ പരാതി നൽകുന്നത് ആ കുട്ടീനെ ഏതെങ്കിലും കുറ്റകൃത്യത്തിന്റെ പേരിൽ ബലിയാടാക്കുന്നുവെങ്കിൽ അയാൾ 1 വർഷം തടവിനോ പിഴയ്ക്കോ അല്ലെങ്കിൽ ഇവ രണ്ടിനും കൂടിയോ ശിക്ഷാർഹനാകുന്നതാണ്. അവയുടെ വ്യത്യാസം വരുന്നുണ്ട്. വ്യാജ പരാതി മുതിർന്ന വ്യക്തിക്ക് നേരെയാണെങ്കിൽ 6 മാസം മാത്രമാണ് തടവ്, 6 മാസം പിഴയും. കുട്ടിക്കെതിരെയാണെങ്കിൽ 1 വർഷം തടവും പിഴയും. അങ്ങനെയാണ് മാറ്റം വരുന്നത്. മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 23. പൂർണ്ണമോ ആധികാരികമോ ആയ വിവരങ്ങൾ ഇല്ലാതെ ഒരു കുട്ടിയുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന തരത്തിലോ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന തരത്തിലോ ഏതെങ്കിലും രീതിയിലുള്ള മാധ്യമമോ സ്റ്റുഡിയോയോ ഫോട്ടോഗ്രാഫിക് സംവിധാനങ്ങളോ വഴി യാതൊരാളും ഏതെങ്കിലും റിപ്പോർട്ടോ അഭിപ്രായങ്ങളോ നൽകുവാൻ പാടില്ല എന്ന് വകുപ്പ് 23(1) പറയുന്നു. കുട്ടിയുടെ പേര്, വിലാസം, ഫോട്ടോഗ്രാഫ്, കുടുംബ വിവരങ്ങൾ, സ്കൂൾ, അയൽപ്പക്കം, കുട്ടിയെ തിരിച്ചറിയുന്നതിലേക്ക് നയിക്കാവുന്ന തരത്തിലുള്ള മറ്റു വിവരങ്ങളടക്കം കുട്ടിയെ തിരിച്ചറിയുന്ന ഒരു റിപ്പോർട്ടുകളും യാതൊരു മാധ്യമങ്ങളും പുറത്തുവിടാൻ പാടില്ല. എന്നാൽ കാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നിയമപ്രകാരം കേസുകൾ വിചാരണ ചെയ്യുവാൻ അധികാരപ്പെട്ട സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ താൽപ്പര്യത്തിന് ഉചിതമെന്ന അഭിപ്രായമുള്ള പക്ഷം അത്തരം വെളിപ്പെടുത്തലുകൾ അനുവദിക്കാവുന്നതാണ് എന്ന് വകുപ്പ് 23(2) പറയുന്നുണ്ട്. ഒരു മാധ്യമത്തിന്റെയോ സ്റ്റുഡിയോയുടെയോ ഫോട്ടോഗ്രാഫിക് സംവിധാനത്തിന്റെയോ പ്രസാധക ഉടമയോ അവരുടെ ജീവനക്കാർ ചെയ്യുന്ന കുറ്റങ്ങൾക്കും വീഴ്ചകൾക്കും ഒറ്റയ്ക്കും കൂട്ടായും ബാധ്യസ്ഥനായിരിക്കും. വകുപ്പ് 23(3) ഇതാണ് ഇത് പറയുന്നത്. ഈ വ്യവസ്ഥകൾ പാലിക്കാത്ത ഏതൊരാൾക്കും 6 മാസത്തിൽ കുറയാത്തതും 1 വർഷം വരെ ആകാവുന്നതുമായ തടവിനും പിഴയ്ക്കും അല്ലെങ്കിൽ രണ്ടിനും കൂടി ശിക്ഷാർഹനാകുന്നതാണ്. വകുപ്പ് 23(4) ഇത് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് വകുപ്പ് 23 പറയുന്നത്. അതിൽ 23(1) എന്താണ് പറയുന്നത് വെച്ചാൽ പൂർണ്ണമോ ആധികാരികമോ ആയ വിവരങ്ങളില്ലാതെ ഒരു കുട്ടിയുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന തരത്തിലോ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന തരത്തിലോ ഏതെങ്കിലും രീതിയിലുള്ള മാധ്യമമോ സ്റ്റുഡിയോയോ ഫോട്ടോഗ്രാഫിക് സംവിധാനങ്ങളോ വഴി യാതൊരാളും ഏതെങ്കിലും റിപ്പോർട്ടോ അഭിപ്രായങ്ങളോ നൽകുവാൻ പാടില്ല എന്ന് വകുപ്പ് 23(1) പറയുന്നു. കുട്ടിയുടെ പേര്, വിലാസം, ഫോട്ടോഗ്രാഫ്, കുടുംബ വിവരങ്ങൾ, സ്കൂൾ, അയൽപ്പക്കം, കുട്ടിയെ തിരിച്ചറിയുന്നതിലേക്ക് നയിക്കാവുന്ന തരത്തിലുള്ള മറ്റു വിവരങ്ങളടക്കം കുട്ടിയെ തിരിച്ചറിയുന്ന ഒരു റിപ്പോർട്ടുകളും യാതൊരു മാധ്യമങ്ങളും പുറത്തുവിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് 23(2) ആണ് പറയുന്നത്. പക്ഷേ അതിലൊരു ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട്. എന്നാൽ കാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നിയമപ്രകാരം കേസുകൾ വിചാരണ ചെയ്യുവാൻ അധികാരപ്പെട്ട സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയുടെ താൽപ്പര്യത്തിന് ഉചിതമെന്ന അഭിപ്രായമുള്ള പക്ഷം അത്തരം വെളിപ്പെടുത്തലുകൾ അനുവദിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഒരു മാധ്യമത്തിന്റെയോ സ്റ്റുഡിയോയുടെയോ ഫോട്ടോഗ്രാഫിക് സംവിധാനത്തിന്റെയോ പ്രസാധക ഉടമയോ അവരുടെ ജീവനക്കാർ ചെയ്യുന്ന കുറ്റങ്ങൾക്കും വീഴ്ചകൾക്കും ഒറ്റയ്ക്കും കൂട്ടായും ബാധ്യസ്ഥനായിരിക്കുമെന്ന് വകുപ്പ് 23(3) പറയുന്നു. അപ്പോൾ ഏതെങ്കിലും മാധ്യമ സ്റ്റുഡിയോയിൽ ഒരു ഫോട്ടോഗ്രാഫിക് സംവിധാനം, ഒരു പ്രസാധക, അവരുടെ ഒരു ജീവനക്കാർ, ഇപ്പോൾ ഒരു ന്യൂസ് വായിക്കുന്ന റിപ്പോർട്ടർ എന്തെങ്കിലും ഈ കുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഉടമയ്ക്കടക്കം ആ വീഴ്ചയിൽ ബാധ്യസ്ഥനായിരിക്കും എന്നാണ് പറയുന്നത്. അത് വകുപ്പ് 23(3). ഈ വ്യവസ്ഥകൾ പാലിക്കാത്ത ഏതൊരാൾക്കും 6 മാസത്തിൽ കുറയാത്തതും 1 വർഷം വരെ ആകാവുന്നതുമായ തടവിനും പിഴയ്ക്കും അല്ലെങ്കിൽ രണ്ടിനും കൂടി ശിക്ഷാർഹനാകുന്നതാണ് എന്ന് വകുപ്പ് 23(4) പറയുന്നു. അപ്പോൾ ഈ വ്യവസ്ഥ പാലിക്കാത്ത ഏതൊരാൾക്കും 6 മാസത്തിൽ കുറയാത്തത് 1 വർഷം വരെ ആകാവുന്നതുമായ തടവിനും പിഴയ്ക്കും അല്ലെങ്കിൽ രണ്ടിനും കൂടി ശിക്ഷാർഹനാകുന്നതാണ് വകുപ്പ് 23(4) പറയുന്നു. അധ്യായം 6 വകുപ്പ് 24-27 കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ. ഒരു കുട്ടിയുടെ മൊഴി റെക്കോർഡ് ചെയ്യൽ, രേഖപ്പെടുത്തൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 24. അപ്പോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ഇതിനും ചോദിക്കാം. ഒരു കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ വെച്ചോ സാധാരണഗതിയിൽ താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ചോ കുട്ടിയുടെ താല്പര്യപ്രകാരമുള്ള സ്ഥലത്ത് വെച്ചോ കഴിവതും സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ രേഖപ്പെടുത്തേണ്ടതാണ്. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. അതായത് കുട്ടിയുടെ വീട്ടിൽ വെച്ചോ സാധാരണഗതിയിൽ താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ചോ കുട്ടിയുടെ താല്പര്യപ്രകാരമുള്ള സ്ഥലത്ത് വെച്ചോ ആണ് ഇത് രേഖപ്പെടുത്തേണ്ടത്. പോലീസിന്റെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ആയിരിക്കണം മൊഴി രേഖപ്പെടുത്തേണ്ടത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥ ഔദ്യോഗിക വേഷം ധരിക്കാൻ പാടില്ല. അത് ഓർത്തു വയ്ക്കുക. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥ ഔദ്യോഗിക വേഷം ധരിക്കാൻ പാടില്ല. യാതൊരു സാഹചര്യത്തിലും കുട്ടി പ്രതിയുമായി യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടുന്നില്ല എന്ന് കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ആരായുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ്. യാതൊരു സാഹചര്യത്തിലും കുട്ടി പ്രതിയുമായി യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടുന്നില്ല എന്ന്
കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ആരായുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ പ്രതിയുമായിട്ട് യാതൊരു സമ്പർക്കവും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണം. യാതൊരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തുവാൻ പാടില്ല. യാതൊരു കാരണവശാലും ഒരു കുട്ടിയെ രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തുവാൻ പാടില്ല, രാത്രി. അപ്പോൾ ഈ വേർഡ് ശ്രദ്ധിക്കണം. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ തെറ്റായി ചോദിക്കും, യാതൊരു കാരണവശാലും ഒരു കുട്ടിയെ പകലും രാത്രിയും പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തുവാൻ പാടില്ല എന്ന് ചോദിക്കാം. പക്ഷേ ഇതിൽ പകലിൻ്റെ കാര്യം പറയുന്നില്ല, അതുകൊണ്ട് രാത്രിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. പകലെന്ന് വരുന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും. ഇവിടെ രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്താൻ പാടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കുട്ടിയുടെ ഉത്തമ താല്പര്യത്തിനായി സ്പെഷ്യൽ കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിൽ ഒഴികെ കുട്ടിയെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള വിവരങ്ങൾ പൊതുമാധ്യമങ്ങളിൽ വരുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ കുട്ടിയുടെ ഉത്തമ താല്പര്യത്തിനായി സ്പെഷ്യൽ കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിൽ ഒഴികെ കുട്ടിയെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള വിവരങ്ങൾ പൊതുമാധ്യമങ്ങളിൽ വരുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ മൊഴി റെക്കോർഡ് ചെയ്യൽ രേഖപ്പെടുത്തൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 24 ഇപ്പോൾ വകുപ്പ് 22 കുറിച്ച് PSC ചോദിച്ച സ്ഥിതിക്ക് ഇനി അടുത്ത എക്സാമിന് വകുപ്പ് 24 കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നോക്കി വയ്ക്കുക. മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 24, കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ട്. ഒരു കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ വെച്ചോ സാധാരണഗതിയിൽ താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ചോ കുട്ടിയുടെ താല്പര്യപ്രകാരമുള്ള സ്ഥലത്ത് വെച്ചോ കഴിവതും സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് രേഖപ്പെടുത്തേണ്ടത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥ ഔദ്യോഗിക വേഷം ധരിക്കാൻ പാടില്ല. യാതൊരു സാഹചര്യത്തിലും കുട്ടി പ്രതിയുമായി യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടുന്നില്ല എന്ന് കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ആരായുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ്. യാതൊരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രി പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു നിർത്തുവാൻ പാടില്ല. കുട്ടിയുടെ ഉത്തമ താല്പര്യത്തിനായി സ്പെഷ്യൽ കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിൽ ഒഴികെ കുട്ടിയെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള വിവരങ്ങൾ പൊതുമാധ്യമങ്ങളിൽ വരുന്നില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അടുത്തത് കുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന വിധം. ഇത് കുട്ടിയുടെ മൊഴി പോലീസുകാരെ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നതെന്നാണ്. ഇനി മജിസ്ട്രേറ്റ് കോടതിയിൽ എങ്ങനെ രേഖപ്പെടുത്തുന്നത് എങ്ങനെ നോക്കാം. കുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന വിധത്തെ പറ്റി പറയുന്ന വകുപ്പ് 25. അപ്പോൾ വകുപ്പുകൾ ശ്രദ്ധിക്കണം. കുട്ടിയുടെ മൊഴി സാധാരണ പോലീസുകാർ രേഖപ്പെടുത്തുന്നതാണ് വകുപ്പ് 24 പറയുന്നത്. മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്നതാണ് വകുപ്പ് 25 പറയുന്നത്. ക്രിമിനൽ നടപടി നിയമപ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള മൊഴി രേഖപ്പെടുത്തുന്ന മജിസ്ട്രേറ്റ് ആ നിയമത്തിൽ എന്ത് തന്നെ അടങ്ങിയിരുന്നാലും കുട്ടി പറയുന്നത് അതുപോലെ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടി എന്ത് പറയുന്നു അത് തന്നെ രേഖപ്പെടുത്തണം. ക്രിമിനൽ നടപടി നിയമപ്രകാരം മൊഴി രേഖപ്പെടുത്തുമ്പോൾ പ്രതിയുടെ അഭിഭാഷകന്റെ സാന്നിധ്യം അനുവദിക്കുന്ന വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ല. ഇപ്പോൾ സാധാരണ ഒരു കേസിൽ പ്രതിയുടെ അഭിഭാഷകൻ ഈ ആൾക്കാർ മൊഴി കൊടുക്കുന്നത് കേൾക്കണം എന്നൊരു നിയമമുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു നിയമമില്ല, അങ്ങനെ ഒരു വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ല എന്നാണ് പറയുന്നത്. ക്രിമിനൽ നടപടി നിയമപ്രകാരം മൊഴി രേഖപ്പെടുത്തുമ്പോൾ പ്രതിയുടെ അഭിഭാഷകന്റെ സാന്നിധ്യം അനുവദിക്കുന്ന വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ല. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, നോക്കി വയ്ക്കുക. പോലീസ് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തതിന്മേൽ മജിസ്ട്രേറ്റ് നിർദ്ദിഷ്ട രേഖയുടെ ഒരു പകർപ്പ് കുട്ടിക്കോ മാതാപിതാക്കളോ കുട്ടിയുടെ പ്രതിനിധിക്കോ നൽകേണ്ടതാണ്. പോലീസ് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തതിന്മേൽ മജിസ്ട്രേറ്റ് നിർദ്ദിഷ്ട രേഖയുടെ ഒരു പകർപ്പ് കുട്ടിക്കോ മാതാപിതാക്കൾക്കോ കുട്ടിയുടെ പ്രതിനിധിക്കോ നൽകേണ്ടതാണ്. അപ്പോൾ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന വിധത്തെ പറ്റി പറയുന്ന വകുപ്പ് 25. കുട്ടി എങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിയമം എന്ത് തന്നെയായാലും കുട്ടി എന്ത് പറയുന്നു അതാണ് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തേണ്ടത്. പിന്നെ പ്രതിയുടെ അഭിഭാഷകന്റെ സാന്നിധ്യം ഇവയെ കേസിൽ അനുവദിക്കുന്ന വ്യവസ്ഥ കേസിൽ ബാധകമല്ല. പിന്നെ പോലീസ് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തതിന്മേൽ മജിസ്ട്രേറ്റ് നിർദ്ദിഷ്ട രേഖയുടെ ഒരു പകർപ്പ് കുട്ടിക്കോ മാതാപിതാക്കൾക്കോ കുട്ടിയുടെ പ്രതിനിധിക്കോ നൽകേണ്ടതാണ്. ഇനി അടുത്ത വകുപ്പ് പറയുന്നത് മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള അനുബന്ധ വ്യവസ്ഥകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 26. മജിസ്ട്രേറ്റോ പോലീസ് ഓഫീസറോ കുട്ടിയുടെ മാതാപിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമോ ഉത്തമ ബോധ്യമോ ഉള്ള മറ്റ് ഏതെങ്കിലും ആളുടെയോ സാന്നിധ്യത്തിൽ കുട്ടി പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ മജിസ്ട്രേറ്റ് ആയാലും പോലീസ് ഓഫീസർ ആയാലും കുട്ടിയുടെ മാതാപിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമോ ഉത്തമ ബോധ്യമോ ഉള്ള മറ്റ് ഏതെങ്കിലും ആളുടെയോ സാന്നിധ്യത്തിൽ കുട്ടി പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. മജിസ്ട്രേറ്റിനോ പോലീസ് ഓഫീസർക്കോ ആവശ്യമെങ്കിൽ നിർദ്ദേശിക്കപ്പെടാവുന്ന യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ളതും അങ്ങനെയുള്ള ഫീസ് നൽകിക്കൊണ്ടും ഒരു പരിഭാഷകന്റെയോ ദ്വിഭാഷിയുടെയോ സഹായം തേടാവുന്നതാണ്. അപ്പോൾ കുട്ടിക്ക് ഭാഷ അറിയില്ല എങ്കിൽ കുട്ടിക്ക് അറിയാവുന്ന ഭാഷയുള്ള ഒരു ദ്വിഭാഷിയുടെ സഹായം തേടാവുന്നതാണ് മജിസ്ട്രേറ്റിനോ പോലീസിനോ. മാനസിക വൈകല്യങ്ങളോ ശാരീരിക ക്ഷമത കുറവുകളോ ഉള്ള ഒരു കുട്ടിയുടെ മൊഴി എടുക്കുന്നതിനായും സന്ദർഭമനുസരിച്ച് മജിസ്ട്രേറ്റിനോ പോലീസ് ഓഫീസർക്കോ നിർദ്ദേശിക്കപ്പെടാവുന്ന യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ളതും അങ്ങനെയുള്ള ഫീസ് നൽകിക്കൊണ്ടും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെയോ കുട്ടിയുടെ ആശയവിനിമയ രീതി പരിചയമുള്ള വ്യക്തിയുടെയോ ആ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ആളുടെയോ സേവനം തേടാവുന്നതാണ്. അപ്പോൾ മാനസിക വൈകല്യങ്ങളോ ശാരീരിക ക്ഷമത കുറവുകളുള്ള ഒരു കുട്ടിയുടെ മൊഴി എടുക്കുകയാണെന്ന് വിചാരിച്ചോ,
ഇപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ ഓട്ടിസമൊക്കെ ബാധിച്ച ഒരു കുട്ടിയാണെങ്കിൽ മൊഴിയെടുക്കുമ്പോൾ എന്തായാലും അവരുടെ ലാംഗ്വേജ് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ പിന്നെ അല്ലെങ്കിൽ കുട്ടിയുടെ ആശയവിനിമയ രീതി പരിചയമുള്ള വ്യക്തി, അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി, ഇപ്പോൾ കുട്ടിയുടെ അമ്മയ്ക്കാണ് അതിനെപ്പറ്റി അറിയുന്നത് എങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, കുട്ടി പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ വിഷയത്തിൽ വൈദഗ്ധ്യമുള്ള ആളുടെയോ സേവനം തേടാവുന്നതാണ്. അങ്ങനെ മജിസ്ട്രേറ്റോ പോലീസ് ഓഫീസറോ കുട്ടിയുടെ മൊഴി കഴിവതും ദൃശ്യശ്രാവ്യ ഇലക്ട്രോണിക് ഉപാധികൾ മുഖേനയും കൂടി രേഖപ്പെടുത്തുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ എന്തായാലും റെക്കോർഡ് ചെയ്യണം. ദൃശ്യശ്രാവ്യ ഇലക്ട്രോണിക് ഉപാധികൾ മുഖേനയും കൂടി രേഖപ്പെടുത്തുന്നു, അതായത് വീഡിയോയിൽ രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് 24, മജിസ്ട്രേറ്റ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന വിധത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് 25, മൊഴി രേഖപ്പെടുത്തുന്നതിന് അനുബന്ധ വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 26 അടുത്തത് കുട്ടിയുടെ വൈദ്യപരിശോധനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 27. ഈ നിയമപ്രകാരം പ്രഥമ വിവര റിപ്പോർട്ടോ പരാതിയോ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും കൂടി ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യത്തിന് വിധേയമായ ഒരു കുട്ടിയെ 1973 ക്രിമിനൽ നടപടിക്രമത്തിന്റെ സെക്ഷൻ 164A വകുപ്പ് പ്രകാരം വൈദ്യപരിശോധന നടത്തേണ്ടതാണ്. അപ്പോൾ ഈ സെക്ഷൻ ചിലപ്പോൾ ചോദിക്കാം, ഏത് ക്രിമിനൽ നടപടിക്രമത്തിന്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് കുട്ടിയെ വൈദ്യപരിശോധന നടത്തേണ്ടത്? സെക്ഷൻ 164A ആണ് ഉത്തരം വരുന്നത്. ഈ നിയമപ്രകാരം പ്രഥമ വിവര റിപ്പോർട്ടോ പരാതിയോ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും കൂടി ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യത്തിന് വിധേയമായ ഒരു കുട്ടി 1973 ക്രിമിനൽ നടപടിക്രമത്തിന്റെ സെക്ഷൻ 164A വകുപ്പ് പ്രകാരം വൈദ്യപരിശോധന നടത്തേണ്ടതാണ്. പീഡനത്തിന് ഇരയായത് പെൺകുട്ടിയാണെങ്കിൽ വൈദ്യപരിശോധന നടത്തുന്നത് ഒരു വനിതാ ഡോക്ടറായിരിക്കണം. വൈദ്യപരിശോധന നടത്തേണ്ടത് കുട്ടിയുടെ മാതാപിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമോ ഉത്തമ ബോധ്യമോ ഉള്ള ഒരാളുടെയോ സാന്നിധ്യത്തിലായിരിക്കണം. കുട്ടിയുടെ മാതാപിതാക്കളുടെയോ മറ്റാരുടെയെങ്കിലുമോ സാന്നിധ്യം ഏതെങ്കിലും കാരണവശാൽ ഉണ്ടാകാത്ത പക്ഷം വൈദ്യപരിശോധന ആ മെഡിക്കൽ സ്ഥാപനത്തിലെ തലവൻ നിയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വനിതയുടെ സാന്നിധ്യത്തിലായിരിക്കണം നടത്തേണ്ടത്. കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ പോലീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് കുട്ടിക്ക് വേണ്ട വൈദ്യപരിശോധന നൽകുന്നതിന് വേണ്ടി ഏറ്റവും അടുത്ത ആശുപത്രിയെ സമീപിക്കേണ്ടതാണ്. അപ്പോൾ വൈദ്യപരിശോധന നടത്തുമ്പോൾ 164A വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുട്ടീനെ, ഇങ്ങനെ ഒരു കേസിൽ ഒരു പീഡനത്തിന് ഇരയായി കുട്ടീനെ വൈദ്യപരിശോധന നടത്തേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു വനിതാ ഡോക്ടറായിരിക്കണം വൈദ്യപരിശോധന നടത്തേണ്ടത്. പിന്നെ വൈദ്യപരിശോധന നടത്തേണ്ട സമയത്ത് കുട്ടിയുടെ മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമോ ഉത്തമ ബോധ്യമോ ഉള്ള ഒരാളുടെയോ സാന്നിധ്യത്തിലായിരിക്കണം. അങ്ങനെ മാതാപിതാക്കളോ മറ്റാരുടെയെങ്കിലും സാന്നിധ്യം ഇല്ലെങ്കിൽ ആ മെഡിക്കൽ സ്ഥാപനത്തിൽ തലവൻ നിയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വനിതയുടെ സാന്നിധ്യത്തിലായിരിക്കണം നടത്തേണ്ടത്. എന്തായാലും ഒരു വനിതയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ പോലീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് കുട്ടിക്ക് വേണ്ട വൈദ്യപരിശോധന നൽകുന്നതിന് വേണ്ടി ഏറ്റവും അടുത്ത ആശുപത്രിയെ സമീപിക്കേണ്ടതാണ്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും വൈദ്യപരിശോധന നടത്തിയിരിക്കണം. അടുത്തത് അധ്യായം 7, സ്പെഷ്യൽ കോടതികളെ കുറിച്ചാണ് അധ്യായം 7 പറയുന്നത്. വകുപ്പ് 28 മുതൽ 32 വരെ. സ്പെഷ്യൽ കോടതികളുടെ സ്ഥാനനിർണ്ണയം. വകുപ്പ് 28 സ്പെഷ്യൽ കോടതികളുടെ സ്ഥാനനിർണ്ണയത്തെക്കുറിച്ച് പറയുന്നത്. വിചാരണ വേഗത്തിൽ നടത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുവാനുമായി ഓരോ ജില്ലയിലും ഒരു സെഷൻസ് കോടതിയെ ഒരു സ്പെഷ്യൽ കോടതിയായി നിയോഗിക്കേണ്ടതാണ്. അപ്പോൾ വിചാരണ വേഗത്തിൽ നടത്തുന്നതിനായി ഈ പോക്സോ കേസിൽ വരുന്ന വിചാരണ വേഗത്തിൽ നടത്തുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് ആലോചിച്ചിട്ട് ഓരോ ജില്ലയിലും ഓരോ സെഷൻസ് കോടതിയെയും സ്പെഷ്യൽ കോടതിയായിട്ട് നിയോഗിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ 2005 കുട്ടികളുടെ അവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമപ്രകാരം ഏതെങ്കിലും സെഷൻസ് കോടതിയെ കുട്ടികളുടെ കോടതിയായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെങ്കിലോ ഇതേ ആവശ്യത്തിനായി ഇപ്പോൾ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരം സ്പെഷ്യൽ കോടതിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലോ അത്തരം കോടതിയെ ഈ വകുപ്പ് പ്രകാരം സ്പെഷ്യൽ കോടതിയായി കരുതാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വകുപ്പ് പ്രകാരം സ്പെഷ്യൽ കോടതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമപ്രകാരമൊക്കെ 2005 കുട്ടികളുടെ അവകാശ സംരക്ഷണ കമ്മീഷനുകളുടെ നിയമപ്രകാരമൊക്കെ അങ്ങനെ ഒരു സെഷൻസ് കോടതി കുട്ടികളുടെ കോടതിയായി വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോടതി തന്നെ സ്പെഷ്യൽ കോടതിയായിട്ട് പരിഗണിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ കോടതി ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണ നടത്തുമ്പോൾ പ്രതിക്കെതിരെ 1973 ക്രിമിനൽ നടപടി നിയമപ്രകാരം ചാർജ് ചെയ്തിട്ടുള്ള മറ്റു കുറ്റങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് വിചാരണ നടത്താവുന്നതാണ്. പോക്സോ നിയമത്തിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ ഈ പ്രതി മറ്റേതെങ്കിലും കുറ്റം, അതായത് സെക്ഷൻസ് മറ്റ് ക്രിമിനൽ നടപടി നിയമത്തിലെ സെക്ഷനിൽ വരുന്ന മറ്റേതെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഈ കൂട്ടത്തിലൂടെ വാദിക്കാം എന്നാണ് പറയുന്നത്. അതിനായിട്ട് ഇനി വേറെ മറ്റു കോടതിയിൽ പോകേണ്ട എന്നാണ് പറയുന്നത്. ഈ നിയമപ്രകാരം രൂപീകരിച്ച സ്പെഷ്യൽ കോടതിക്ക് 2000 വിവരസാങ്കേതിക നിയമത്തിലെ 67B വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന്
അതായത് ഓൺലൈനായി കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതോ ഏതെങ്കിലും പ്രവൃത്തിയിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ രീതിയിലൂടെയോ കുട്ടികളെ അശ്ലീലമായി ചിത്രീകരിക്കുന്നതോ പ്രസിദ്ധീകരിക്കുന്നതോ പ്രസരണം ചെയ്യുന്നതോ സംബന്ധിക്കുന്ന കുറ്റത്തിന് അത്രയും വിചാരണ നടത്താനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 2000 വിവരസാങ്കേതിക നിയമത്തിലെ 67B അത് നമ്മുടെ ഐ ടി ഭാഗത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 2000 IT ആക്ടിൽ 67B എന്ന് പറയുന്നത് കുട്ടികളുടെ ദുരുപയോഗം ചെയ്ത അശ്ലീല ചിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിനാണ് 67B പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസും ഈ കോടതിയിലൂടെ വാദിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 32. ഇങ്ങനെ സ്പെഷ്യൽ കോടതികളിൽ എന്തായാലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ ഈ നിയമപ്രകാരമുള്ള കേസുകളുടെ നടത്തിപ്പിന് വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓരോ സ്പെഷ്യൽ കോടതിയിലും നിയമിക്കേണ്ടതാണ് എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 32. അഭിഭാഷകനായി 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെടാൻ യോഗ്യത ഉണ്ടായിരിക്കുകയുള്ളൂ. ഇത് നമ്മുടെ മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് സ്പെഷ്യൽ കോടതികൾ ഉണ്ടാക്കുന്നത്. 7 വർഷത്തെ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെടാൻ യോഗ്യത ഉണ്ടായിരിക്കുകയുള്ളൂ. മനുഷ്യാവകാശ കോടതികളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു, അത് കാണാത്തവരെ കാണാം. കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുകകൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വീകരിക്കേണ്ടതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുകകൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പോക്സോ ആക്ട് പ്രകാരം ഇരയായ കുട്ടിക്ക് നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നത് ആരാണെന്ന് ചോദ്യം വരാം. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇതിന് വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത്. അപ്പോൾ സ്പെഷ്യൽ കോടതികളുടെ സ്ഥാനനിർണ്ണയത്തെ വകുപ്പ് 28 മുതൽ 32 വരെ. വകുപ്പ് 28 കോടതികളെ കുറിച്ച് പറയുന്നു. ഇനി വകുപ്പ് 32 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് അധ്യായം 8 സ്പെഷ്യൽ കോടതികളുടെ നടപടിക്രമങ്ങളും അധികാരങ്ങളും തെളിവ് രേഖപ്പെടുത്തലും. വകുപ്പ് 33 മുതൽ 38 വരെ ഇതാണ് പറയുന്നത്. സ്പെഷ്യൽ കോടതികളുടെ നടപടിക്രമങ്ങളും അധികാരങ്ങളും പ്രതിപാദിക്കുന്ന വകുപ്പ് 33. കുറ്റകൃത്യത്തിന് ആധാരമായ വസ്തുതയെ സംബന്ധിച്ച് പരാതി ലഭിക്കുമ്പോഴോ അത്തരം വസ്തുതയെ സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് ലഭിക്കുമ്പോഴോ വിചാരണയ്ക്ക് പ്രതിയെ കമ്മിറ്റിയിൽ നടപടിക്ക് വിധേയമാകാതെ തന്നെ ഒരു സ്പെഷ്യൽ കോടതിക്ക് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ നടപടിയെടുക്കാവുന്നതാണ്. അപ്പോൾ കുറ്റകൃത്യത്തിന് ആധാരമായ വസ്തുതയെ സംബന്ധിച്ച് പരാതി ലഭിക്കുമ്പോഴോ അത്തരം വസ്തുതയെ സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് ലഭിക്കുമ്പോഴോ വിചാരണയ്ക്ക് പ്രതിയെ കമ്മിറ്റിയിൽ നടപടിക്ക് വിധേയമാകാതെ തന്നെ ഒരു സ്പെഷ്യൽ കോടതിക്ക് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ നടപടിയെടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ കോടതിക്ക് ഒരു പ്രതിക്കെതിരെ നേരിട്ട് നടപടിയെടുക്കാനുള്ള അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറോ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനോ സന്ദർഭമനുസരിച്ച് മുഖ്യവിസ്താരമോ എതിർവിസ്താരമോ പുനർവിസ്താരമോ നടത്തുന്നതിന് കുട്ടിയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ സ്പെഷ്യൽ കോടതിക്ക് നൽകേണ്ടതും അത് സ്പെഷ്യൽ കോടതി കുട്ടിയോട് ചോദിക്കേണ്ടതുമാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനോ സന്ദർഭമനുസരിച്ച് മുഖ്യവിസ്താരമോ എതിർവിസ്താരമോ പുനർവിസ്താരമോ നടത്തുന്നതിന് വേണ്ടി കുട്ടിയോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളൊക്കെ സ്പെഷ്യൽ കോടതിക്ക് നൽകണം. സ്പെഷ്യൽ കോടതിയാണ് കുട്ടിയോട് അത് ചോദിക്കേണ്ടത്. അപ്പോൾ അഭിഭാഷകർക്ക് കുട്ടിയോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. സ്പെഷ്യൽ കോടതി വിചാരണയ്ക്കിടയിൽ ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം കുട്ടിക്ക് ഇടയ്ക്കിടെ ഇടവേളകൾ അനുവദിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടിക്ക് ഇടയ്ക്കിടെ ഇടവേളകൾ അനുവദിക്കാവുന്നതാണ്. സ്പെഷ്യൽ കോടതി ഒരു കുട്ടിയുടെ കുടുംബാംഗത്തെയോ രക്ഷകർത്താവിനെയോ സുഹൃത്തിനെയോ ബന്ധുവിനെയോ കുട്ടിക്ക് വിശ്വാസമോ ഉത്തമ ബോധ്യമുള്ള ഒരാളെയോ കുട്ടിയോടൊപ്പം നിൽക്കാൻ അനുവദിച്ചുകൊണ്ട് കോടതി ഒരു ബാലസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കണം. സ്പെഷ്യൽ കോടതി ഒരു കുട്ടിയുടെ കുടുംബാംഗത്തെയോ രക്ഷകർത്താവിനെയോ സുഹൃത്തിനെയോ ബന്ധുവിനെയോ കുട്ടിക്ക് വിശ്വാസമോ ഉത്തമ ബോധ്യമോ ഉള്ള ഒരാളെയോ കുട്ടിയോടൊപ്പം നിൽക്കാൻ അനുവദിച്ചുകൊണ്ട് കോടതി ഒരു ബാലസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കണം. തെളിവ് നൽകുന്നതിലേക്കായി കുട്ടിയെ പല പ്രാവശ്യം കോടതിയിൽ വിളിപ്പിക്കുന്നില്ല എന്ന് സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തണം. കുട്ടിയെ ആക്രമിക്കുന്ന തരത്തിൽ സ്വഭാവഹത്യ നടത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു കാരണവശാലും സ്പെഷ്യൽ കോടതി അനുവദിക്കാതിരിക്കുകയും വിചാരണയുടെ എല്ലാ ഘട്ടത്തിലും കുട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അന്വേഷണത്തിന്റെയോ വിചാരണയുടെയോ ഇടയിൽ ഒരു സമയത്തും കുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിലുള്ള യാതൊരു വിവരവും പുറത്താവുന്നില്ല എന്ന് സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തണം. എന്നാൽ അത്തരം വിവരം വെളിപ്പെടുത്തുന്നത് കുട്ടിയുടെ താല്പര്യത്തിന് ഉചിതമെന്ന അഭിപ്രായമുണ്ടെങ്കിൽ കാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിവരം വെളിപ്പെടുത്താൻ സ്പെഷ്യൽ കോടതി അനുവാദം നൽകാവുന്നതാണ്. അനിവാര്യമായ കേസുകളിൽ സ്പെഷ്യൽ കോടതിക്ക് ശിക്ഷയോടൊപ്പം കുട്ടിക്കുണ്ടായ ശാരീരികമോ മാനസികമായ ആഘാതങ്ങൾക്കോ ആ കുട്ടിയുടെ അടിയന്തര പുനരധിവാസത്തിനോ നിർദ്ദേശിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള നഷ്ടപരിഹാരം നൽകുന്നത് ഉത്തരവിടാവുന്നതാണ്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഈ നിയമത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വിചാരണ നടത്തുന്നതിന് സ്പെഷ്യൽ കോടതിക്ക് ഒരു സെഷൻസ് കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നതും അത്തരം കുറ്റകൃത്യം വിചാരണ നടത്തേണ്ടത് ഒരു സെഷൻസ് കോടതി ആയിരുന്നെങ്കിൽ 1973 ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് എങ്ങനെയാണോ വിചാരണ ചെയ്യുന്നത് കഴിവതും അപ്രകാരം വിചാരണ ചെയ്യേണ്ടതുമാണ്. ഈ നിയമപ്രകാരമുള്ള ഒരു കുറ്റത്തിൽ പ്രതി നൽകിയ ജാമ്യാപേക്ഷയെ പരിഗണിക്കാനുള്ള അധികാരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഇല്ല.
ഒരു കുറ്റത്തിൽ പ്രതി നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള അധികാരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനില്ല. അപ്പോൾ സ്പെഷ്യൽ കോടതികളുടെ നടപടിക്രമങ്ങളും അധികാരങ്ങളും പ്രതിപാദിക്കുന്ന വകുപ്പ് 33 അപ്പോൾ സ്പെഷ്യൽ കോടതിക്ക് ഒരു കേസിൽ നേരിട്ടിട്ട് നടപടിയെടുക്കാവുന്നതാണ് പോലീസ്. അതായത് പോലീസ് റിപ്പോർട്ട് ലഭിക്കും. നിയമം തന്നെ പോലീസ് റിപ്പോർട്ട് ലഭിക്കണമെന്നൊന്നുമില്ല, നേരിട്ട് നടപടിയെടുക്കാവുന്നതാണ്. പിന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്കും പ്രതിയുടെ അഭിഭാഷകനും കുട്ടികളുടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് കോടതിയെ ഏൽപ്പിക്കുന്നതാണ്. സ്പെഷ്യൽ കോടതിയാണ് ആ കുട്ടിയോട് ചോദിക്കുന്നത്. സ്പെഷ്യൽ കോടതി വിചാരണയ്ക്ക് ആവശ്യം തോന്നുന്നു, പക്ഷേ കുട്ടിക്ക് ഇടയ്ക്കിടെ ഇടവേളകൾ അനുവദിക്കാവുന്നതാണ്. പിന്നെ സ്പെഷ്യൽ കോടതി ഒരു കുട്ടിയുടെ കുടുംബാംഗത്തെയോ കുട്ടിയുടെ മൊഴി കേൾക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് ഇഷ്ടമുള്ള കുട്ടിയുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ കുട്ടിക്ക് ബന്ധുവിനെ കുട്ടിക്ക് വിശ്വാസമോ ഉത്തമബോധമുള്ള ഒരാളെ കുട്ടിയോടൊപ്പം നിർത്തി, അതായത് ബാലസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ തെളിവ് നൽകുന്നതിലേക്ക് കുട്ടിയെ പല പ്രാവശ്യം കോടതിയിൽ വിളിപ്പിക്കുന്നില്ലെന്ന് സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തണം. തെളിവെടുക്കാനാ പറഞ്ഞിട്ട് കുറേ വട്ടം വിളിപ്പിച്ച് ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ കുട്ടിയെ ആക്രമിക്കുന്ന തരത്തിൽ സ്വഭാവത്തിൽ നടത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു കാരണവശാലും സ്പെഷ്യൽ കോടതി അനുവദിക്കരുത്. വിചാരണയുടെ എല്ലാ ഘട്ടത്തിലും കുട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ അന്വേഷണത്തിലെ വിചാരണയുടെ ഇടയിൽ ഒരു സമയത്ത് കുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിലുള്ള യാതൊരു വിവരവും പുറത്താവുന്നില്ലെന്ന് സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തണം. എന്നാൽ അത്തരം വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന കുട്ടിയുടെ താല്പര്യത്തിന് ഉചിതമെന്ന അഭിപ്രായമുണ്ടെങ്കിൽ കാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് വിവരം വെളിപ്പെടുത്താൻ സ്പെഷ്യൽ കോടതി അനുവാദം നൽകാവുന്നതാണ്. അനിവാര്യമായ കേസുകളിൽ സ്പെഷ്യൽ കോടതിക്ക് ശിക്ഷയോടൊപ്പം കുട്ടിക്കുണ്ടായ ശാരീരികമോ മാനസികമായ ആഘാതങ്ങൾക്ക് ആ കുട്ടിയുടെ അടിയന്തര പുനരധിവാസത്തിന് നിർദ്ദേശിക്കപ്പെടാവുന്ന അങ്ങനെയുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് ഉത്തരവിടാവുന്നതാണ്. അപ്പോൾ ശിക്ഷയോടൊപ്പം കുട്ടിക്ക് നഷ്ടപരിഹാരം കൂടി നൽകാൻ കോടതിക്ക് ഉത്തരവിടാനുള്ള അധികാരമുണ്ട്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഈ നിയമത്തിലെ കുറ്റകൃത്യങ്ങൾ വിചാരണ നടത്തുന്ന സ്പെഷ്യൽ കോടതിക്ക് ഒരു സെഷൻസ് കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കുന്നു. അത്തരം കുറ്റകൃത്യം വിചാരണ നടത്തേണ്ടത് ഒരു സെഷൻസ് കോടതി ആയിരുന്നെങ്കിൽ 1973 ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് എങ്ങനെയാണ് വിചാരണ ചെയ്യുന്നത് കഴിവതും അപ്രകാരം വിചാരണ ചെയ്യേണ്ടതുമാണ്. ഈ സ്പെഷ്യൽ കോടതിക്ക് സാധാരണ സെഷൻസ് കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ നിയമപ്രകാരമുള്ള ഒരു കുറ്റത്തിൽ പ്രതി നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള അധികാരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഇല്ല. ഈ നിയമപ്രകാരമുള്ള ഒരു കുറ്റത്തിൽ പ്രതി നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള അധികാരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഇല്ല. അടുത്തത്, ഒരു കുട്ടിയാണ് കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമവും സ്പെഷ്യൽ കോടതി വയസ്സ് നിർണ്ണയിക്കുന്ന രീതിയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 34. ഒരു കുട്ടിയാണ് കുറ്റകൃത്യം ചെയ്യുന്നതെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമവും സ്പെഷ്യൽ കോടതി വയസ്സ് നിർണ്ണയിക്കുന്ന രീതിയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 34. ഈ നിയമം അനുസരിച്ചുള്ള കുറ്റകൃത്യം ചെയ്യുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത് 2015 2000 പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. 2015 ബാലനീതി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടായിരിക്കണം. സ്പെഷ്യൽ കോടതി മുമ്പാകെയുള്ള ഏതെങ്കിലും നടപടിയിൽ ഒരാൾ കുട്ടിയാണോ അല്ലയോ എന്ന ചോദ്യം ഉയരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ പ്രായം സ്പെഷ്യൽ കോടതി സ്വയം ബോധ്യം വരുത്തിയ ശേഷം നിർണ്ണയിക്കേണ്ടതും അത്തരം നിർണ്ണയത്തിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തേണ്ടതുമാണ്. നിർണ്ണയിച്ചത് ഒരാളുടെ ശരിയായ പ്രായമല്ല എന്നത് പിന്നീട് തെളിയിച്ചത് കൊണ്ട് മാത്രം സ്പെഷ്യൽ കോടതിയുടെ ഒരു ഉത്തരവ് ദുർബലമായി എന്ന് കരുതാനാവില്ല. അപ്പോൾ കുറ്റകൃത്യം ചെയ്തത് ഒരു കുട്ടിയാണെങ്കിൽ 2015 ബാലനീതി നിയമം പ്രകാരമാണ് കുട്ടിക്കുള്ള ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ കോടതി കുട്ടിയുടെ പ്രായം ആദ്യം നിർണ്ണയിക്കേണ്ടതാണ്. പ്രായം നിർണ്ണയിച്ചു കഴിഞ്ഞിട്ട് ഒരാളുടെ ശരിയായ പ്രായമല്ല എന്നത് പിന്നീട് തെളിയിച്ചത് കൊണ്ട് മാത്രം ഈ സ്പെഷ്യൽ കോടതിയുടെ ഒരു ഉത്തരവ് ദുർബലമായി എന്ന് കരുതാനാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന കാലാവധിയും കേസിൻ്റെ തീർപ്പും പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 35. സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം നടപടിക്കെടുത്ത് 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന കാലാവധിയും കേസിൻ്റെ തീർപ്പും പ്രതിപാദിക്കുന്ന വകുപ്പ് 35. സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യം ഏറ്റെടുത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തണം. ഇത് ചോദിക്കാം. അപ്പോൾ സ്പെഷ്യൽ കോടതി എത്ര ദിവസത്തിനുള്ളിൽ തെളിവ് രേഖപ്പെടുത്തണമെന്ന് ചോദിക്കാം. അപ്പോൾ 30 ദിവസത്തിനുള്ളിലാണ് കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടത്. അത് വൈകുന്നുവെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടത്. എന്തെങ്കിലും കാരണത്താൽ അത് വൈകുകയാണെങ്കിൽ സ്പെഷ്യൽ കോടതി അതിൻ്റെ കാരണം രേഖപ്പെടുത്തേണ്ടതാണ്. സ്പെഷ്യൽ കോടതിയുടെ കുറ്റകൃത്യം നടപടിക്കെടുത്ത് കഴിവതും 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കേണ്ടതാണ്. കഴിയുന്നിടത്തോളം കുറ്റം കണ്ടുപിടിച്ച തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ പ്രത്യേക കോടതി വിചാരണ പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത്. അങ്ങനൊരു വകുപ്പ് പറയുന്നുണ്ട്. ഇനി അടുത്തത്, കുട്ടി മൊഴി നൽകുന്ന സമയം പ്രതിയെ കാണരുത് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 36. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. കുട്ടി മൊഴി നൽകുന്ന സമയത്ത് പ്രതിയെ കാണരുത് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് അത് കോടതിയാണ് ഉറപ്പാക്കേണ്ടത്. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് 36. മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് കുട്ടി ഒരു കാരണവശാലും പ്രതിയെ കാണുന്നില്ലെന്നും അതേസമയം കുട്ടി പറയുന്നത് പ്രതിക്ക്
കേൾക്കാൻ കഴിയുന്നുണ്ടെന്നും അയാളുടെ അഭിഭാഷകനോട് ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ടെന്നും സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തേണ്ടതാണ്. സ്പെഷ്യൽ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് കുട്ടി ഒരു കാരണവശാലും പ്രതിയെ കാണുന്നില്ലെന്നും അതേസമയം കുട്ടി പറയുന്നത് പ്രതിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്നും അയാളുടെ അഭിഭാഷകനോട് ആശയവിനിമയം നടത്താൻ കഴിയുന്നുണ്ടെന്നും സ്പെഷ്യൽ കോടതി ഉറപ്പുവരുത്തേണ്ടതാണ്. സ്പെഷ്യൽ കോടതിക്ക് ആവശ്യത്തിലേക്കായി കുട്ടിയുടെ മൊഴി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം വഴിയോ ഒരു ഭാഗം മാത്രം കാണാൻ കഴിയുന്ന കണ്ണാടി ഉപയോഗിച്ചോ മറയോ മറ്റേതെങ്കിലും സംവിധാനമോ ഉപയോഗിച്ച് മൊഴി രേഖപ്പെടുത്താം. ആവശ്യത്തിലേക്കായി ഒരു കുട്ടിയുടെ മൊഴി വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം വഴിയോ ഒരു ഭാഗം മാത്രം കാണാൻ കഴിയുന്ന കണ്ണാടി ഉപയോഗിച്ചോ മറയോ മറ്റേതെങ്കിലും സംവിധാനമോ ഉപയോഗിച്ച് മൊഴി രേഖപ്പെടുത്താം. മൊഴി രേഖപ്പെടുത്തുമ്പോൾ പ്രതിയെ കാണാൻ പാടില്ല. പ്രതി കാണരുതെന്ന് ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് വകുപ്പ് 36. അങ്ങനെ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പ്രതി ഇത് കാണുക, ഒരു കാരണവശാൽ പ്രതി കാണുക. അതേസമയം കുട്ടി പറയുന്നത് പ്രതിക്ക് കേൾക്കാൻ കഴിയണം. അങ്ങനെ പ്രതിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയോ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കാണാൻ കഴിയുന്ന കണ്ണാടി ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും മറിയോ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് മൊഴി രേഖപ്പെടുത്താം. പിന്നെ വിചാരണ നടത്തേണ്ടത് രഹസ്യമായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ കേസിൻ്റെ വിചാരണ നടത്തേണ്ടത് രഹസ്യമായിരിക്കേണ്ടതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 37. സ്പെഷ്യൽ കോടതി വിചാരണ രഹസ്യമായിട്ടും കുട്ടിയുടെ മാതാപിതാക്കളുടെയും കുട്ടിക്ക് വിശ്വാസമോ ഉത്തമ ബോധ്യമോ ഉള്ള ആളുകളുടെയും സാന്നിധ്യത്തിലും ആയിരിക്കണം. എന്നാൽ സ്പെഷ്യൽ കോടതിക്ക് കുട്ടി കോടതിയല്ലാത്ത മറ്റൊരു സ്ഥലത്ത് വെച്ച് വിചാരണ നടത്തണമെന്ന അഭിപ്രായമുള്ള പക്ഷം 1973 ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 284 പ്രകാരം ഈ ആവശ്യത്തിലേക്കായി ഒരു കമ്മീഷനെ നിയോഗിക്കാവുന്നതാണ്. അപ്പോൾ വകുപ്പ് 284 പ്രകാരം കുട്ടി കോടതി അല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം എന്ന് വിചാരണ നടത്തണം എന്നുള്ളതിനും സ്പെഷ്യൽ കോടതിക്ക്. അപ്പോൾ സ്പെഷ്യൽ കോടതിക്ക് കുട്ടി കോടതിയല്ലാത്ത മറ്റൊരു സ്ഥലത്ത് വെച്ച് വിചാരണ നടത്തണമെന്നുണ്ടെങ്കിൽ 1973 ക്രിമിനൽ നടപടിക്രമത്തിലെ വകുപ്പ് 284 പ്രകാരം ഒരു കമ്മീഷനെ നിയോഗിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. കുട്ടിയിൽ നിന്ന് തെളിവെടുക്കുമ്പോൾ ഒരു പരിഭാഷകന്റെയോ പ്രഗത്ഭന്റെയോ സഹായം സ്വീകരിക്കാവുന്നതാണ് എന്ന് വകുപ്പ് 38 പറയുന്നുണ്ട്. കുട്ടിയിൽ നിന്ന് തെളിവെടുക്കുമ്പോൾ ഒരു പരിഭാഷകന്റെയോ പ്രഗത്ഭന്റെയോ സഹായം സ്വീകരിക്കാവുന്നതാണ് എന്ന് പറയുന്നത് വകുപ്പ് 38. അനിവാര്യ സാഹചര്യങ്ങളിൽ കുട്ടിയിൽ നിന്ന് തെളിവെടുക്കുമ്പോൾ കോടതിക്ക് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ യോഗ്യതയും പ്രവൃത്തി പരിചയവും നിർദ്ദേശിക്കപ്പെടാവുന്ന ഫീസ് നൽകിയിട്ടുള്ളതുമായ ഒരു പരിഭാഷകന്റെയും ദ്വിഭാഷയുടെയോ സഹായം തേടാവുന്നതാണ്. ഒരു കുട്ടിക്ക് മാനസികമോ ശാരീരികമോ ആയ ക്ഷമത കുറവുകൾ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ കോടതിക്ക് കുട്ടിയിൽ നിന്ന് തെളിവെടുക്കുന്ന സമയത്ത് നിർദ്ദേശിക്കപ്പെടാവുന്ന യോഗ്യതയും പ്രവൃത്തി പരിചയവും ഫീസ് നൽകിയിട്ടുള്ളതുമായ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെയോ കുട്ടിയുമായി ആശയവിനിമയ രീതി പരിചയമുള്ള വ്യക്തിയുടെയോ ആ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ആളുകളെയും സഹായം തേടാവുന്നതാണ്. ഇത് മൊഴിയെടുക്കുന്ന സമയത്ത് പറഞ്ഞ അതേ ക്ലോസ് തന്നെയാണ്. അപ്പോൾ തെളിവെടുക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ദ്വിഭാഷയുടെ സഹായമൊക്കെ വേണമെങ്കിൽ കോടതിക്ക് സ്വീകരിക്കാമെന്നാണ് പറയുന്നത്. അധ്യായം 9 പലവക വകുപ്പ് 39 മുതൽ 46 വരെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ പറയാം. വിദഗ്ധരുടെ സേവനം കുട്ടിക്ക് ലഭ്യമാക്കാനും മറ്റുമുള്ള മാർഗ്ഗരേഖകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 39 അഭിഭാഷകരുടെ സഹായം ലഭിക്കാനുള്ള കുട്ടിയുടെ അവകാശം വകുപ്പ് 40 പറയുന്നു. അപ്പോൾ വിദഗ്ധരുടെ സേവനം കുട്ടിക്ക് ലഭ്യമാക്കാനും മറ്റുമുള്ള മാർഗ്ഗരേഖകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 39 അഭിഭാഷകരുടെ സഹായം ലഭിക്കാനുള്ള കുട്ടിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട വകുപ്പ് 40. വകുപ്പ് 3 മുതൽ 13 വരെയുള്ള വ്യവസ്ഥകൾ ചില കേസുകൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന വകുപ്പ് 41. 3 മുതൽ 13 വരെയുള്ള ചില വ്യവസ്ഥകൾ ചില കേസുകൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന വകുപ്പ് 41. അതായത് ഒരു കുട്ടിയെ വൈദ്യപരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വിധേയമാക്കിയിരിക്കുകയും അങ്ങനെയുള്ള വൈദ്യപരിശോധനയോ ചികിത്സയോ ആ കുട്ടിയുടെ മാതാപിതാക്കളുടെയോ രക്ഷകർത്താക്കളുടെയോ അനുമതിയോടെയാണ് ചെയ്തതെങ്കിൽ 3 മുതൽ 13 വരെയുള്ള രണ്ടും ഉൾപ്പെടെ വകുപ്പുകളിലെ വ്യവസ്ഥകൾ ബാധകമല്ല. 3 മുതൽ 13 വരെയുള്ള വകുപ്പുകളിൽ പറയുന്നത് പീഡനത്തെക്കുറിച്ച് ഉള്ളതാണ്. കുട്ടിയെ വിധേയമാക്കിയിരിക്കുകയും അങ്ങനെയുള്ള വൈദ്യപരിശോധനയ്ക്ക് ചികിത്സിക്കുക കുട്ടിയുടെ മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് ചെയ്തതെങ്കിൽ 3 മുതൽ 13 വരെയുള്ള വകുപ്പുകളിലെ വ്യവസ്ഥകൾ ബാധകമല്ല. പോക്സോ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കണമെന്ന് പറയുന്ന വകുപ്പ് 43. ഈ പോക്സോ നിയമത്തെക്കുറിച്ചിട്ട് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കണമെന്ന് പറയുന്ന വകുപ്പ് 43. ഇതും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ പോക്സോ നിയമത്തെക്കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കുറച്ച് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് അതിന് ശേഷം PDF വായിച്ചുകൂടി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ എന്തായാലും പോക്സോ നിയമത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ഉറപ്പിക്കാം. അപ്പോൾ ആ മാർക്ക് മിസ്സാക്കരുത്. നമുക്കറിയാലോ ഒരു മാർക്കിൻ്റെ വില റാങ്ക് ലിസ്റ്റിൽ എത്ര ഡിഫറൻസ് ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു മാർക്ക് വെറുതെ കളയരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. പരീക്ഷയ്ക്ക് ഇനി ഒരാഴ്ച മാത്രമാണുള്ളത്. നന്നായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.